أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل أفضل صلواتك بعدد معلوماتك وصلي وسلم وبارك عليه. അപ്പോൾ قال رضي الله عنه آداب النوم. അങ്ങനെ ഇബാദത്തൊക്കെ കഴിഞ്ഞ് ആ ദിവസം അവസാനിക്കുക. ഇനി ഉറക്കം. ആദാബുൻ നൗം, നൗമിൻ്റെ അദബുകൾ പറയുന്ന അധ്യായം. ഫൈദ അറത്ത നൗമ. അപ്പോൾ ഇവിടെ ഉറക്കം എന്ന് പറയുമ്പോൾ രാത്രി മാത്രമല്ല, ശരിയാണ്, രാത്രിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഉറക്കം എപ്പോഴും, രാവിലെ ആവട്ടെ രാത്രിയാവട്ടെ, അത് മുബാഹായ ഉറക്കാവട്ടെ അതാ മുബാഹല്ലാത്ത ഉറക്കാവട്ടെ, ഉറക്കം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ സുന്നത്തായ ഉറക്കം, കൈലൂലത്തിൻ്റെ ഉറക്കം, രാത്രി ഉറങ്ങാത്ത ആൾക്ക് സുന്നത്തുണ്ടല്ലോ, അതാവാം. അല്ല, ഒരാൾ ടയേർഡായിട്ട് വന്ന് കിടക്കുകയാണ്, അതും ആവാം, മുബാഹാണ്, ഒരു കുറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫബ്സുത്ത് ഫിറാഷക്, എന്താണ്, മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, അതായത് ഇവിടെ ബെഡ് വിരിപ്പ് വിരിക്കുക, അവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ മുമ്പ് കൊടിയ വസ്ത്രത്തോണ്ട്, ചെറിയ വസ്ത്രത്തോണ്ട് തട്ടി കൊടിയ 3 വട്ടം, അത് സുന്നത്ത്. മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഖിബ്ലത്തിനെ മുന്നിട്ടിട്ട്, ഖിബ്ലത്തിനെ മുന്നിട്ടിട്ട്, ശരീരം കൊണ്ട് ഖിബ്ലത്തിന് മുന്നിട്ടിട്ട്, അതായത് മയ്യത്ത് എങ്ങനെയൊക്കെ എടുത്ത മയ്യത്തിനെ അങ്ങനെ അതായത് ഖബറിൽ എങ്ങനെ കിടത്ത, മുഖവും അങ്ങനെ കിടക്കുക, അതാണ് സുന്നത്ത്. അങ്ങനെ കിടക്കാണ്ടിരിക്കലാണാവില്ല. എന്താണ് പിന്നെ മുഹ്തളീറിൻ്റെ കടുത്തുണ്ട്, അത് അത് ആണുങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ പെണ്ണുങ്ങൾക്ക് കറാഹത്താണ്. സുന്നത്ത് അങ്ങനെയാണ്. അങ്ങനെ ഖിബ്ലനെ എന്താണ് നെഞ്ചുകൊണ്ട് മുന്നിട്ടിട്ട്, വനം അല യമീനിക്ക, വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുക. ഇനി ചില ആൾക്കാർ എന്തുണ്ട്, വലത്തെ ഭാഗത്ത് തിരിഞ്ഞ് കിടന്നാൽ ഉറക്കം വരാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആൾക്ക് ഒരു പ്രത്യേകമായ രൂപത്തിൽ ഉറങ്ങണം, കാരണം ഓരോരുത്തർ തബആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബാക്ക് പെയിനുള്ള ആൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, എന്ത് കാരണമാവട്ടെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വലത്തെ ഭാഗത്ത് കിടന്ന് കുറച്ച് നേരമെങ്കിലും കിടന്ന് സുന്നത്ത് എടുത്തിട്ട് പിന്നെ മാറിക്കിടക്കാം, മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരുടെ തബആണ്. ഇപ്പോൾ ചിലവർക്ക് എന്തുണ്ടാവും, ചിലവർക്ക് വലത്തെ ഭാഗത്ത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, അത് പിന്നെ തിരിയും മറിഞ്ഞും കുറേ കിടക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് എങ്ങനെ വെച്ചാൽ, പക്ഷേ കുറച്ച് സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമെങ്കിലും എന്ത് ചെയ്യുക, വലത്തോട്ട് കിടക്കുക എന്ന് പറഞ്ഞ്. കമായുൽ മയ്യീത്തു ഫീ ലഹ്ദിഹി, മയ്യീത്ത് ഖബറിൽ, ലഹ്ദ് എന്ന് പറഞ്ഞാൽ അത് ഖബറാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ലഹ്ദ് ഒരു ഖബറിൻ്റെ ഒരു രൂപം മാത്രം, പക്ഷെ ഖബറിനെ വിളിക്കുന്നത് അഫ്ളലായ രൂപം. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബർ 2 രീതിക്കാണ്, ഷക്കും ലഹദും. അതായത് അത് ഭൂമി അനുസരിച്ചാണ് ശരിക്കും ഷക്കും ലഹദ് വരുന്നത്. ഇപ്പോൾ ചില നാടുകളിൽ എന്ത് ചെയ്യുക, ഒരു അറ പോലെ ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ വെക്കും, ഭൂമി പറ്റിയതാണ്. അല്ലെങ്കിൽ ചിലതിൽ എന്തെന്നെ ഉണ്ടാക്കും, നേരെ വെക്കും, ഭൂമി പറ്റുന്നതാണോ അല്ലേ നോക്കണ്ടേ. അപ്പോൾ ഇവിടെ ഷക്കും ലഹദും അതൊന്നും ഉദ്ദേശമില്ല, ഇവിടെ ഖബറാണ് ഉദ്ദേശം. വഅലം, തീർച്ചയായും അറിയുക, അന്ന നൗമ മിസ്ലുൽ മൗതി, അറിയേണ്ട കാര്യം, ഇതൊക്കെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങളാണ്, അതായത് ഇതൊക്കെ ഖൽബിൽ എപ്പോഴും ഹാളിറാവേണ്ട അർത്ഥങ്ങളാണ്. മിസ്ലുൽ മൗതി, ഉറക്കം എന്തുപോലെയാണ്, മരണം പോലെയാണ്. വൽ യഖദത മിസ്ലുൽ ബഅസി, ഉറക്കത്തിൽ നിന്ന് എണിക്കുക എന്ന് പറഞ്ഞാൽ ജീവനത്തിലേക്ക് അത് ബഅസ് തിരിച്ചു വരാം. ولعل الله تعالى يقبض روحك في ليلتها,
അള്ളാഹു, അതായത് അങ്ങനെ ഉണ്ടാവാം, അള്ളാഹു ആ രാത്രി റൂഹിനെ പിടിക്കാം, അതായത് തിരിച്ച് വിടാതിരിക്കാം. എന്നാലും അറിയാം, ഫകുൻ മുസ്തഇദ്ദൻ ലിലിഖാഇഹി, തയ്യാറായിട്ട് കിടക്കാം, അള്ളാഹുവിനെ കാണാനുള്ള തയ്യാറെടുപ്പോടെ. ബി അൻ തനാമ അലാ തഹാറത്തിൻ, ശുദ്ധിയോടെ കിടക്കുക. ശുദ്ധി എന്ന് പറയുക വുളൂവിൻ്റെ ശുദ്ധി കൊണ്ട്. വതകൂന വസിയ്യതുക മക്തൂബതൻ തഹ്ത വിസാദതിക്, വസിയ്യത്ത് എഴുതി വെക്കുക. വസിയ്യത്തിൽ എന്ത് എഴുതി വെക്കുക? ഇത്ര ആൾക്ക് ആരൊക്കെയാലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ഒക്കെ എഴുതി വെക്കുക. അത് സുന്നത്താണ്. മാത്രമല്ല ഒരാൾ വസിയ്യത്ത് എഴുതാതെ കിടക്കരുതെന്നാണ്. അപ്പം കട ഉണ്ടെങ്കിൽ കടക്ക് വസിയ്യത്ത് എഴുതി വെക്കുക. വസിയ്യത്ത് എഴുതി വെച്ചിട്ടേ കിടക്കാവും. അത് കിട്ടുന്നൊരു സ്ഥലങ്ങളിലായിരിക്കണം വസിയ്യത്ത് എഴുതി വെക്കേണ്ടത് ഉറങ്ങണതിൻ്റെ മുമ്പ്. അപ്പോൾ അതിങ്ങിപ്പോൾ കുറച്ചുകൂടി ലീഗലാക്കിയാൽ ഹൈർ, ലീഗലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പറയുക, വസിയ്യത്ത് എഴുതിയൊക്കെ എനിക്ക് ഇന്ന ആൾക്ക് കൊടുക്കാൻ ഹക്കുകളുണ്ട്, ഇന്ന ആൾ എനിക്ക് തരാണ്ട്. പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കണേ ഏൽപ്പിക്കുക. പറയാണ്, എനിക്ക് മക്കളുണ്ട്, പണമുണ്ട്, ഇവരൊക്കെ ഉണ്ട്, എൻ്റെ ഹയാത്തിന് ശേഷം അള്ളാഹു എത്ര ജീവിപ്പിക്കാമെന്നറിയില്ലല്ലോ, ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, അവരോട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. മരിച്ചു കഴിഞ്ഞാൽ യാസീന് ഞങ്ങളെ മേലെ ഓതണം. എന്താണ് ആഗ്രഹം വെച്ചാൽ ഇതിൻ്റെ മേലൊരു ഖത്മ ഓതണം. പറ്റണ പോലെ നാട്ടിലുള്ള സാലിഹ്യങ്ങളെ എന്തിയിലേക്ക് പങ്കെടുപ്പിക്കണം. പിന്നെ ആഗ്രഹമുണ്ട് മയ്യിത്ത് നിസ്കരിക്കൽ, ഇന്നാൾ നിസ്കരിക്കണം എന്നാകണം, അതും വസിയ്യത്ത് ചെയ്യുക. മനസ്സിലായ? വസിയ്യത്ത് അതൊക്കെ എഴുതിയേക്കുക. അതായത് മക്കളോട്, പ്രത്യേകിച്ചിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുക. അത് അവർ വെറുതെ തമാശക്ക് കാണേണ്ട ഇതല്ലോ, വസിയ്യത്താണല്ലോ, ഒരാളെ വസിയ്യത്താണ്. വസിയ്യത്തിൽ ഇത് അള്ളാഹിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ വസിയ്യത്ത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആഗ്രഹം എന്നുള്ളതുണ്ടെങ്കിലും വസിയ്യത്ത് ചെയ്യുക. മുറിയാതെ ഖുർആൻ ഓതണം എന്നുള്ളതോ, അതിനുശേഷം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതണം, ഇവിടെ അടക്കം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഗൾഫിലുള്ള ആളാണെങ്കിൽ ഞാൻ ഇവിടെ വഫാത്തായി ഇവിടെ മറവ് ചെയ്യണം. ഓരോരുത്തർ ആഗ്രഹം. ഏറ്റവും നല്ലത് അള്ളാഹു വിധിച്ച നാട്ടിൽ അവിടെ വഫാത്തായി അവിടെ മറവ് ചെയ്യല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാണ്ടിരിക്കൽ, തസറൂഫാക്കാതിരിക്കുക. ഹുറുമത്ത്, ശരീരത്തിൻ്റെ ഹുറുമത്ത് നമ്മൾ കാണാം. മനസ്സിലായ? അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ വസിയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വഫാത്തായെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഹയാത്തിലുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും എഴുതിയേക്കാം. മനസ്സിലായ? അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ കടം കൊടുക്കാനുള്ളതും കടം മേടിച്ചതും ആർക്കെങ്കിലും എന്തെങ്കിലും ഹക്കുകളുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ എഴുതിയേക്കാം, കൃത്യമായി എഴുതിയേക്കാം. അത് എഴുതി വെച്ച് പറ്റിയെങ്കിൽ സാക്ഷികളും, അതായത് ഇത് എഴുതിയത് രണ്ടാളെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിക്കും. ഇത്ര വേണ്ടുള്ളൂ. ഞാൻ പറ്റിയെങ്കിൽ ഗവൺമെൻറ് ലീഗലൈസേഷൻ ചെയ്യണം, അതും ചെയ്യാം. അറബിയിലാവണമെന്നില്ല, മലയാളത്തിലായാൽ മതി. അതിൻ്റെ ഒരു ഇതുണ്ട് എൻ്റെ അടുത്ത്, വസിയ്യത്തിൻ്റെ ഒരു പാറ്റേൺ. അതന്നെ മാറുമ്പോൾ മാറ്റിയേക്കാം. അല്ലെങ്കിൽ പറയാ, എൻ്റെ ഡയറിയിൽ ഞാൻ കടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിലുള്ളത് കൂടുതലും കുറവൊക്കെ അതനുസരിച്ച് ചെയ്താൽ മതി എന്ന് എഴുതി വെച്ചാൽ മതി.
മനസ്സിലായില്ലേ? അതായത് ഇന്ന വിശേഷണമുള്ള ഡയറിയിൽ അല്ലെങ്കിൽ ഇന്ന വിശേഷണമുള്ള ഇതിൽ ഞാൻ എൻ്റെ കണക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. കാരണം ഇപ്പോൾ ഈ കച്ചവടക്കാരൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സാധാരണ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കുറവാണ്, കുറേ വരലും പോലൊക്കെ. പക്ഷെ കച്ചവടക്കാർക്ക് അത് സാധാരണ ഒരു അവസ്ഥയാണ്, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ അവസ്ഥ അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വസിയ്യത്ത് എഴുതി വെക്കുക, വസിയ്യത്ത് എഴുതി വെക്കുക. വസിയ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ ഡേഞ്ചറായ ഹദീസുകൾ വന്നിട്ടുണ്ട്. വസിയ്യത്ത് ചെയ്യണം തന്നെ. ഒരു മുഅ്മിന് വസിയ്യത്തില്ലാതെ കിടന്നുറങ്ങരുത് എന്നാ, അത്രയും ഡേഞ്ചറാണ്. ഇന്ന് സാധാരണ കാര്യമായിട്ട് കാണുന്നതാണ്. ഇനി ഒരാൾക്ക് ഒന്ന് വസിയ്യത്ത് എഴുതാൻ തഖ്വ വസിയ്യത്ത് എഴുതി വെച്ചിട്ട് ഉറങ്ങാനോ? മനസ്സിലായ? തഖ്വ വസിയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ഓതാനുള്ള വസിയ്യത്ത് ചെയ്യുക. ഒന്നും ഇതൊക്കെ അല്ല, അതെങ്കിലും എഴുതി വെച്ചിട്ട് കിടക്കണം. മനസ്സിലായ? അതിൽ അറബിയിലും നമ്മളൊക്കെ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും അതിൻ്റെ പാറ്റേൺ ഉണ്ടാവും. നമ്മൾ പാറ്റേൺ അറബിയിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. മലയാളത്തിലുള്ളത് ലീഗൽ രൂപത്തിലുമാണ് ഉള്ളത്. ഒരാൾക്ക് ഇനി അത് നോട്ടറിയിലാക്കണം എന്ന് പറഞ്ഞാൽ ആക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെയാണ് അതുള്ളത്. അല്ലാണ്ട് വെറുതെ എഴുതി വെച്ചല്ല, നോട്ടറി ആക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക, അതൊക്കെ ചെയ്യുക. അറബിയിലാണെങ്കിൽ അറബിയിൽ, മലയാളത്തിലാണ് മലയാളത്തിൽ. ഒന്നും ഭാഷ കുഴപ്പമില്ല, ആൾക്കാർക്ക് തിരിഞ്ഞാൽ മതി. അത് ഒരാൾ ശരിക്കും സൂക്ഷിക്കേണ്ടതാണത്. ഒരു മുഅ്മിൻ്റെ മേലുള്ള ബാധ്യതയാണത്. തഹ്ത വിസാദത്തിക്, തലേണിൻ്റെ താഴെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗം പറഞ്ഞതാണ്. അത് പറഞ്ഞല്ലോ, അത് സാക്ഷ്യം വഹിച്ചാൽ അത് ഖൈർ. രണ്ടാളെ കൊണ്ട് സാക്ഷി ഒപ്പിട്ടാൽ, അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മതി. നമ്മളെപ്പോഴും അതൊക്കെ ആലോചിച്ച് നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് അതൊക്കെ ചെയ്യുക. അതിലൊക്കെ വലിയ ഖൈറുണ്ട്. അള്ളാഹു എത്ര ജീവിക്കണം എന്ന് അറിയാനിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഖൈർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിയ്യത്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളത് അള്ളാഹുവിൻ്റെ മേലിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. وتنام تائبا عن الذنوب مستغفرا, തൗബ ചെയ്തിട്ട് കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നൊക്കെ തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കിടക്കണം. ഇസ്തിഗ്ഫാർ ഹദീസിൽ വന്നിട്ടുണ്ട്, 3 വട്ടം രാത്രി കിടക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ചൊല്ലാന്നുള്ളത് ഒക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങാം. ആസിമൻ, എന്ത് ഉറപ്പിച്ചിട്ട്, ആല അല്ലാ തഊദ, ഇനി ഉണർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ തിരിച്ചു മടങ്ങൂല എന്തിൽക്ക്, ഇലാ മഅസിയത്തിൻ അബദ, ഒരു കുറ്റത്തിൽക്കും ഞാൻ ഒരിക്കലും മടങ്ങൂല എന്ന് ഉറപ്പിച്ചിട്ട് ആയിരിക്കണം. വഅസിം അലൽ ഖൈരി ലിജമീഇൻ നാസി ഇൻ ബഅസക അല്ലാഹ്, ഇനി ജീവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഖൈർ ചെയ്യാം, ഷർറ് ചെയ്യൂല എന്നുള്ള നിയ്യത്തും ഖൽബിലുണ്ടാവണം. എന്നിട്ട് പറയാം വതദക്കർ, ഇതൊക്കെ ഓർമ്മിക്കണം. ഇതൊരു തഫക്കുർ ഇബാദത്താണ്. ഇന്ന് ആൾക്കാർ മിക്കവരും മറന്നു പോയ ദീനിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഇബാദത്താണ് തഫക്കുർ എന്ന് പറയുന്നത്. എങ്ങനെ? തഫക്കുർ. ഉറക്കത്തിൽ നിന്ന് എണിക്കുന്ന സമയം മുതൽ തഫക്കുർ എന്ന് പറയുന്ന ഇബാദത്തിനൊരു സ്ഥാനമുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണിക്കുന്ന അവിടെ വരെ. നമ്മളവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ട് എണിച്ച് കഴിഞ്ഞാൽ ആകാശത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് ആലി ഇമ്രാൻ്റെ അവസാനം ഓതും.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. വല്ലാത്ത അവസ്ഥ. നബി എന്താണ് ആയത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പറഞ്ഞത് ഇതാവട്ടെ തഫക്കുർ. അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിലൊരു തഫക്കുർ, നിസ്കാരം കഴിഞ്ഞിട്ട് തഫക്കുർ വദീഫ, 4 വദീഫ ഉണ്ടെന്ന് ഇറങ്ങിയാലത്തെ ഒരു വദീഫ തഫക്കുറാണ്. ഇന്ന് തഫക്കുർ എന്ന് പറഞ്ഞ വദീഫത്ത് അല്ലെങ്കിൽ ഇബാദത്ത് മിക്കവരും മറന്നു. അതോടെ ദീൻ്റെ റൂഹിലത്തെ കുറേ ഭാഗം നഷ്ടപ്പെട്ടു. തഫക്കുർ വേണം. ഇതിപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞതൊരു പൊതു ധാരണയല്ല. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ പറയണ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നിരിക്കും. തൗബ ചെയ്യണം എന്നറിയില്ല, കുറ്റങ്ങൾ ചെയ്താൽ തൗബ ചെയ്യണം എന്നറിയില്ല. മുസ്ലിമാണ്, അറിയുമല്ലോ. അപ്പോൾ എന്തിനാ എടുത്ത് പറയുന്നത്? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് ഒരു ആലിം ഗസാലി റഹിമുള്ള പോലത്തെ ഒരാൾ വന്നിട്ട് തൗബ ചെയ്യണം എന്നറിയുമ്പോൾ ഗസാലി ഇമാമിനെ അറിയാണ്ടല്ല, നിങ്ങൾക്ക് അറിയും എന്നുള്ളത് അറിയാണ്ടല്ല, പക്ഷേ ഓർമ്മിപ്പിക്കലാണ്, വാണിംഗ് തരലാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ വിഷയം ഡെയിലി ഉറങ്ങുമ്പോൾ, എപ്പോൾ രാവിലെ ആവട്ടെ രാത്രി ഉറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓതുന്നത് ആലോചിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പൊതുധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അത് ഭയങ്കരമായി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കൽബ് ഗഫ്ലത്തിലേക്ക് പോണതിൻ്റെ അടയാളം ഇതൊക്കെ മറന്ന്, ഇതൊന്നും തഫക്കുർ ഇല്ലായ്മ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു മുസ്ലിമിൽ തഫക്കുർ ഇബാദത്ത ഒരു ദിവസത്തിലെങ്കിലും എല്ലാ ദിവസത്തിനും തഫക്കുർ ഉണ്ടാവണം. മരണത്തിന് ഓർക്കണം, ഇത് ഈ പറയുന്നതൊക്കെ ഓർക്കണം, എല്ലാ ദിവസവും കാണണം. ഇമാം സറൂഖ് റഹിമഹുല്ലാ പറഞ്ഞു, ഇങ്ങനെ എല്ലാ ദിവസവും പറ്റണില്ല, ഇയാൾക്ക് രാവിലെ രാത്രിയൊക്കെ ഇയാൾ ശുഗുലാണ് എന്നാണ്. വെള്ളിയാഴ്ചയെങ്കിലും വേണമെന്നാ, ആഴ്ച ഒരു ദിവസമെങ്കിലും വേണമെന്നാ. പക്ഷെ അത്രയും അതുമല്ലാത്ത ഗഫ്ലത്തായി, അത്രയും താവരുതല്ലോ. ഒരു ദിവസം മുഴുവനും ശുഗലായില്ലെങ്കിലും ഉറങ്ങണ സമയത്തെങ്കിലും ശുഗലായിക്കൂടെ? ആ ശുഗലാവാൻ കുറേ പ്രയാസമൊന്നുമില്ല. തബാറക്ക സൂറത്താണ്ട് അർത്ഥം അറിഞ്ഞിട്ട് ഓതിയാൽ മതി. തബാറക്ക സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ തബാറക്ക സൂറത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തബാറക്ക സൂറത്ത് ഓതിയിട്ടാണ് കിടക്കേണ്ടത്. ശരിക്കും അത് തഫക്കുറാണ്. ശരിക്കും തഫക്കുർ ചെയ്തിട്ട് അത് ഓതിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല അല്ലദീ ഖലഖ സബ, അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്തായി, അള്ളാഹുൽക്കെല്ലാതും ഏൽപ്പിച്ചിട്ടും എല്ലാതും ഏൽപ്പിക്കുകയാണ്. ഇൻ്റെ ഹൗലും കൂവത്തിന്നൊക്കെ വിട്ടിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അത് അള്ളാഹ് അല്ലാണ്ട് ആരാ തരാൾ അങ്ങനെ പറഞ്ഞു വന്ന അവസാനം ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉക്കും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അതൊരു ഉണർത്തലും കൂടിയാണ്. റൂഹ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരില്ലാരാന്നുള്ള ഉണർത്തലും കൂടിയാണ്. അപ്പോൾ അതോടെ അവസാനമായിട്ട് കിടന്നുറങ്ങും. ഖാൽ വതദക്കർ, ഓർക്കുക, അന്നക സതുദ്ജഉ ഫിൽ ഖബ്രി, ഖബ്രിയിൽ വെക്കപ്പെടും, കിടത്തപ്പെടും. കദാലിക, ഈ ഉറക്കത്തിൻ്റെ രൂപത്തിൽ, വഹീദൻ, ഒറ്റക്ക്, ഉറക്കത്തിലേക്ക് ഒറ്റക്കല്ല പോവുക, ഫരീദൻ, അതായത് സ്വയം കൊണ്ടൊറ്റക്കും ആൾക്കാരില്ലാതെയും, വലൈസ മഅക ഇല്ലാ അമലുക്, തൻ്റെ ഒപ്പം തൻ്റെ അമലല്ലാത്ത ഒന്നുമില്ല, അമലല്ലാത്തൊന്നുമില്ല. വലാ തുജ്സാ ഇല്ലാ ബിസഈക്, തൻ്റെ പണി കൊണ്ടല്ലാണ്ട് വേറൊന്നും കിട്ടില്ല, തൻ്റെ പണി കൊണ്ട് കിട്ടും. അപ്പോൾ ആൾക്കാർ ദുആ ചെയ്ത്, അത് അള്ളാഹുവിൻ്റെ ഫളലാ. ആൾക്കാർ യാസീനത് ഒരാൾ പറയുകയാണ്, ഞാനില്ലെങ്കിലും പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ സംഘടനയ്ക്ക് ഭയങ്കരമായി പണിയെടുത്ത് കഴിഞ്ഞാൽ പറയും കുറേ ആൾക്കാരിലേക്ക് എത്തിയതല്ല. അപ്പോൾ അയാൾക്കൊരു
കുറേ ഭയങ്കരമായി അമലുണ്ടാവണം. ഇബാദത്തിലൊക്കെ ഖുസൂറുണ്ടെങ്കിൽ അയാൾ അമലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമുക്ക് ദുആർക്കില്ലേ, ദുആ ചെയ്യും, ഖൈറാണ്. പക്ഷേ അള്ളാഹു കബൂൽ ചെയ്യണ്ടേ? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിൻ്റെ ഇതിന് കൊണ്ടല്ലേ ശഫാഅത്ത് നടക്കുള്ളൂ. അപ്പോൾ ഇയാൾ ഇവർക്കൊക്കെ വേണ്ടി, നമ്മളൊക്കെ മരിച്ചവർക്ക് വേണ്ടി യാസീനും ഇതൊക്കെ ഓതുന്നു. അത് അയാൾ അമല് ആണ്, അമലിൻ്റെ ഒരു ഭാഗമാണ് ശരിയാ. പക്ഷെ അയാൾ നേരിട്ട അമലല്ല, അത് അള്ളാഹു കബൂൽ ചെയ്ത് അയാൾക്ക് കിട്ടി, അള്ളാഹു കൊടുക്കണം. അല്ലാണ്ട് ഇത് അയാൾ അമൽ ചെയ്തത് അയാൾക്ക് കിട്ടി, നന്നായത് അത് അയാൾക്ക് കണക്കിലുണ്ട്. ഇത് അള്ളാഹിൻ്റെ ഫضല് കൊണ്ട് അള്ളാഹ് ഇയാൾക്ക് എത്തിച്ചു. അള്ളാഹ് എത്തിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇയാൾ അതിൻ്റെ മേൽ പ്രതീക്ഷയായിട്ട് ഇരിക്കേണ്ടെന്ന്. അയാൾക്ക് അതിനുള്ളതില്ല. അതാണ് ഇദാമാത്തൽ ഇബ്നു ആദം, ഇദാമാത്തൽ ഇൻസാൻ ഇദാമാത്ത ഇബ്നു ആദം ഖതഅ അമലു ഇല്ലാ മിൻ സലാസ് ഖർനി. മൂന്നല്ലാത്തതൊക്കെ അയാൾ അമലീന്ന് മുറിയപ്പെട്ടു, അയാൾക്ക് പിന്നെ വേറൊന്നും കിട്ടില്ല. സദഖത്തിൻ ജാരിയ, കാരണം അയാൾ ജീവിതത്തിൽ വെച്ചിട്ട് മരിച്ചതിൻ്റെ ശേഷം ആ ജീവിതത്തിൽ വെച്ചതിൻ്റെ ബാക്കിയാണല്ലോ അത്. അല്ല മകൻ, അതൊക്കെ അയാൾക്ക് കിട്ടിയാണ്, അയാളെ പ്രവൃത്തിയാണ്. അല്ല വേറൊരാൾ അയാളെ കണ്ടിട്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിച്ചാൽ കിട്ടും അയാൾക്ക്. അള്ളാഹു സുബ്ഹാനഹു അത് അയാൾ അതിൻ്റെ മേൽ കുറേ ആണ്ട് എന്താ ചെയ്യണ്ട. ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അറബി വന്നിട്ട് കയ്യിൽ 500 ദിർഹംസ് വെച്ചെന്ന്, എന്നാൽ ഇനിയൊന്ന് നടന്നു പോകുമ്പോൾ 500 ദിർഹംസ് വെച്ചായിരുന്നു പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ജോലിക്ക് പോയപ്പോൾ ഒരു ദിവസം അവിടുത്തെ മുദീർ വന്നിട്ട് കയ്യിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തന്നു. ഇയാൾ പറഞ്ഞു ഇനി എപ്പോൾ പോയാലും എനിക്ക് കിട്ടും. അത് അങ്ങനെയില്ല, അതൊരു പ്രതീക്ഷ അതിന് വെക്കണ്ട. കിട്ടിയില്ല അത്രയേ ഉള്ളൂ. അത് വലാ തസ്തജ്ലിബിന്നൗമ തകല്ലുഫാ, ഉറക്കം കഷ്ടപ്പെട്ട് ഉറക്കം വരുത്തിക്കരുത്. ബിതംഹീദിൽ ഫുറുഷിൽ വതീഅ, നല്ല സോഫ്റ്റായി നല്ല പതായി AC ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉറക്കം വരുത്തിക്കരുത്. ഇതെപ്പോഴാണ് വരുത്തിക്കരുത് എന്നറിയാം, സാധാരണ അവസ്ഥയിൽ. അതേ സമയത്ത് വരുത്തിക്കേണ്ട ആവശ്യം വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ സുബൈക്ക് എണിക്കില്ല, ഫർളിന് എണിക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുത്തിച്ച ഉറക്കന്നെ. സാധാരണ അവസ്ഥയിൽ ഉറക്കം വരുത്തിക്കരുത്. അതുകൊണ്ട് ഒരു ഹക്ക് കളിയൂല്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒരു ഫർളിനെ നീക്കില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒന്നും ആവില്ല സാധാരണ. അപ്പോൾ ഉറക്കം വരുത്തിക്കരുത് കഷ്ടപ്പെടുത്തിയിട്ട്. അതേ സമയത്ത് ഇയാൾ ഉറക്കം വരുത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും? സുബൈക്ക് അലാറം വെച്ചാൽ കേൾക്കൂല എന്നുണ്ടെങ്കിൽ അയാൾ ഉറക്കം വരുത്തിക്കാം. ഫഇന്ന നൗമ തഅതീലുൽ ഹയാ, ഉറക്കം ജീവിതത്തിന് നിർത്തലാണ്, സ്റ്റക്കാക്കലാണ്. ഇല്ലാ ഇദാ കാനത് യഖദതുക വബാലൻ അലൈക്, തൻ്റെ ഉണർവ് മുസീബത്താണ്, സ്വയത്തിനോ മറ്റുള്ളവർക്കോ മുസീബത്താണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുത്തിയിട്ട് ഉറക്കിക്കോ. മുമ്പ് പറഞ്ഞതുപോലെ ഫനൗമുക അസ്ലമു ലിദീനിക്, തൻ്റെ ഉറക്കം തൻ്റെ ദീനിന് ഖൈറാണ്, സലാമത്തുണ്ടാവുന്ന ഉറക്കാണത്. അതങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരാൾ ഈ കുറേ മൊബൈലിൽ ഇങ്ങനെ കളിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ കുറേ തോണ്ടുക, കുറേ ഹറാമിയത്തൊക്കെ കാണുക, കുറേ ഇതിൽക്കൊക്കെ പോവാണ്. അയാൾ എന്ത് ചെയ്താലും അയാൾക്ക് പിടിച്ചിക്കാൻ കഴിയണില്ല. അയാൾക്ക് ഖൈർ ഉറങ്ങലാണ്. ഉറങ്ങുക, കുറ്റം കിട്ടില്ലല്ലോ. വെറുതെ എന്തിനാ കുറ്റം പഠിച്ചെടുക്കണോ? ഒന്നും കുറ്റം കിട്ടില്ല, ഒന്നും കിട്ടില്ല, അങ്ങനെ ജീവിച്ചു. വഅലം, തീർച്ചയായും അറിയുക, അന്നൽ ലൈല വന്നഹാറ 24 സാഅ, 24 മണിക്കൂറാണ്. ഫലാ യകൂനന്ന നൗമുക ബില്ലൈലി വന്നഹാരി അക്സറ മിൻ 8 സാഅത്ത്, 8 മണിക്കൂറിൻ്റെ മോളിലാവരുത് ഉറക്കം. ഫയക്ഫീക ഇൻ ഇഷ്ത 60 സനതൻ,
ഇനി 60 വയസ്സ് ജീവിച്ചെന്ന് വെച്ചോ, സാധാരണ ഒരു വയസ്സാണല്ലോ. അൻ തുദയ്യ മിൻഹ 20 സനത്തൻ വഹുവ സുലുസ്. 8 മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ 20 കൊല്ലം. അത് എന്താ 1/3 അത് അങ്ങനെ 8 മണിക്കൂർ സാധാരണ ഒരാൾ ജീവിച്ചിങ്ങനെ പോവുകയാണ്. ഇത് ഹസാനി മാമി ഇതിൽ വിദായത്തിൽ ഇതായ അനുസരിച്ചിട്ട് 8 മണിക്കൂർ ഉറങ്ങാനുള്ളതൊക്കെ കിട്ടേണ്ടല്ലോ. പറഞ്ഞനുസരിച്ചിട്ട് ഇപ്പോൾ ഇപ്പം ചൂടിനല്ല. ആ കുറ്റായിട്ട് പറഞ്ഞല്ല, അത് അത്ര മതിയില്ലേ, അതിൻ്റെ മുകളിലേക്ക് പോകരുതെന്ന്. ആ ഇപ്പം ജീവിച്ച 1/3 പോയി, അതിൻ്റെ മുകളിൽ പോകരുത്. ആ അതിൻ്റെ മുകളിൽ പോകരുത്, സൂക്ഷിക്കണം. അപ്പോൾ പറയുന്നത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് പറ്റണ പോലെ ഇബാദത്ത് എടുക്കുക, അതിലെന്ത് ചെയ്യേണ്ട ആവശ്യം, കുറേ പിന്നെ കുറച്ചായിട്ട് അയാളെ ഹാലുകൾ നന്നാക്കി കൂടുതൽ ഇബാദത്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം വിദായത്തുൽ ഹിദായയിൽ പറയണ പോലെ ജീവിച്ചോക്ക്. വിദായത്തുൽ ഹിദായയിൽ പറയണ പോലെ ജീവിച്ചാൽ കുറേ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. മുജാഹദത്ത് ചെയ്ത് അത് ശരിയാക്കി എടുക്കണം. പിന്നെ അതിൽ നിന്ന് കുറച്ച് വദീഫകൾ കൂട്ടാം. ഉറക്കത്തിൻ്റെ സമയത്ത് തയ്യാറാക്കി വെക്കുക സിവാക്ക്, ഒരു ബ്രഷ്, സിവാക്കോ ബ്രഷോ തലേൻ്റെ അവിടെ റെഡിയാക്കി വെക്കുക. എന്തിനാണ്? ഉറക്കത്തിൽ നിന്ന് എണിച്ചാൽ, എപ്പോൾ എണിച്ചാലും, ഇനി കിടക്കുമ്പോഴും തേക്കാൻ, എണിച്ചാലും അത് സുന്നത്താണ്. തഹൂറക്ക, വുളു എടുക്കാനും അല്ലെങ്കിൽ മേലെഴുകാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുക ഉറങ്ങണതിൻ്റെ മുമ്പ് തന്നെ. വഅ്സിം അലാ ഖിയാമിൽ ലൈൽ, അസ്മയ്യ. ഇതാരോട് പറയുന്നത്? ഖിയാമുൽ ലൈൽ. നോക്കാം, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ്, സുബഹിൻ്റെ മുമ്പ് കുറച്ച് നേരമെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണിച്ച് ഉണർവിയിലെങ്കിലും ഉണ്ടാവാം. അവർക്കും സവാബുണ്ട്. ഇങ്ങോട്ട് ഇരുന്നോട്. അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർവുണ്ടായാലെങ്കിൽ അയാൾക്കും ഹൈറുണ്ട്. ഒന്നും ചെയ്യണമല്ല, ദിക്റുമില്ല, ഒന്നുമില്ല, അയാൾ വെറുതെ കുത്തിയിരുന്നാൽ അതിന് അയാൾക്കും കൂലിയുണ്ട്. ആ സമയം അത്ര വലിയ സമയമാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് എണിക്കാനുള്ള ഒരു നീയത്ത് വെക്കാം. നിസ്കരിക്കാനുള്ള നീയത്ത് വെക്കുക, ഇബാദത്ത് ചെയ്യാനുള്ള നീയത്ത് വെക്കുക. എല്ലാതും നീയത്ത് വെച്ച സമയം മുതൽ അതുവരെ ഇയാൾക്ക് ഇങ്ങനെ കൂലി കിട്ടും. ഇനി അയാൾ ഉറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അയാൾ നിസ്കരിച്ച പോലെയാണ്. വഅലൽ ഖിയാമി ഖബ്ല സുബ്ഹി, അത് നിർബന്ധമാണ്. സുബ്ഹിൻ്റെ മുമ്പ് എണിക്കും എന്നുള്ളതും അത് നിർബന്ധമായിട്ട് വെക്കണം. സുബ്ഹിൻ്റെ മുമ്പ് അടിക്കണം. അതായത് തയ്യാറാവേണ്ട സുബ്ഹിക്ക് വേണ്ടിയിട്ട് ഇതെപ്പോഴും. അപ്പോൾ അത് നിയ്യത്ത് വെക്കുമ്പോൾ അതിനെ ബന്ധപ്പെട്ട അദ്കാറുകളും ഓതണം. അതിനെ ബന്ധപ്പെട്ട അദ്കാറുകൾ ഏതാണ്? സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനം അവസാനത്തെ ആയത്തുകൾ അത് ഓതിരി കിടക്കുക. 10 ആയത്തല്ല, അവസാനത്തെ 3 ആയത്ത്. ലൗ കാനൽ ബഹ്റു മിദാദൻ എന്താണ് الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربي فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അത് ഓതിയിട്ട് കിടന്നുറങ്ങുക. മനസ്സിലായ? ഫറക്അതാനി ഫീ ജൗഫിൽ ലൈലി, രാത്രി, അതായത് അർദ്ധരാത്രി, പകുതിന്നോ അതിന് ശേഷമുള്ള സമയത്തോ 2 റക്അത്ത് നിസ്കരിക്കുക. കൻസും മിൻ കുനൂസിൽ ബിരി, ഖൈറിൻ്റെ വലിയ കൻസാണ്. കൻസ് എന്ന് പറഞ്ഞാൽ
നിധിയാണ്, അത് എടുത്തു വെക്കണ നിധിയാണ്, നാളെ ആഖിറത്തിൽ വെളിവാവുന്ന നിധികളാണത്. സാധാരണ പണിയല്ല, നിധിയായിട്ടാണ് കൂട്ടുക. മാത്രമല്ല 2 റക്അത്ത് രാത്രി നിസ്കരിക്കുമ്പോൾ അത് കൂടുതൽ സമയം ഇഖ്ലാസിലേക്ക് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുക രാത്രിക്കലത്തെ നിസ്കാരം. ജുനൈദ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് എന്താണ് വഫാത്തിന് ശേഷം എന്താണ് ശിഷ്യന്മാർ കണ്ടു ജുനൈദ് റഹിമഹുല്ലാഹിനെ. അപ്പോൾ എന്താണ് അള്ളാഹിൻ്റെ അടുക്കൽ എന്താണ് ഉപകാരപ്പെട്ട ചോദിച്ച്, മാ നഫഅത്നാ ഇല്ലാ റുകഅഅത്തിൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആൾക്കാർ പഠിപ്പിച്ച് നന്നാക്കി മുഹാസബത്തുൻ നഫ്സൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. രാത്രിയിൽ ഏതാനും റക്അത്ത് നിസ്കരിച്ച് അതാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നാണ്. കാരണം അത് അള്ളാഹുവിന് മാത്രമായിട്ടാണ് ഇയാൾ എണിക്കുന്നത്. ആരെ കാണിക്കാൻ, ആരെപ്പോൾ കാണാൻ സമയത്ത്. സിദ്ഖുള്ള ആൾ സാലിഹ്യങ്ങളെ ഒപ്പം ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിപ്പോൾ കുറേ പ്രയാസം ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എണിച്ചിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. ബാങ്കിൻ്റെ ഒരു 3/4 മണിക്കൂർ മുമ്പ് എണിച്ചിട്ട് നിസ്കരിക്കുക. ഒരാൾ എണിച്ചാൽ മറ്റൊരാളെ എണിപ്പിക്കുക. അതായത് ഇല്ലേ, ഇപ്പോൾ ഒരു റൂമിൽ, ഇപ്പോൾ ബാച്ചിലർ റൂമിലൊക്കെയാണ് ആൾക്കാരുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ എന്താണ് ഓർമ്മിപ്പിക്കുക. പിന്നെ സുഹൃത്തുക്കളാണെങ്കിൽ എണിപ്പിക്കുക. ഒരാൾ എണിച്ചാൽ മറ്റൊരാൾ എണിപ്പിച്ചിട്ട് അതിൽ വലിയ ഖൈറാണ്. അതാണ് ഒരു സാലിഹായ ഒരാൾക്ക്, അതായത് ഒരു സാലിഹായ കൂട്ടുകെട്ടും സാലിഹായ അന്തരീക്ഷം. അതാണ് നമ്മൾക്ക് എളുപ്പത്തിൽ ഇബാദത്ത് എടുക്കാൻ പറ്റണം. സാലിഹായ സ്വഹബത്ത് എങ്ങനെ മനസ്സിലാവുക? നമ്മൾക്ക് പ്രയാസമില്ലാതെ ഇബാദത്തുകൾ അവരെ സ്വഹബത്തിൽ ചെയ്യാൻ പറ്റണം. ചിലവരൊപ്പം കൂടി കഴിഞ്ഞാൽ പ്രയാസമില്ലാണ്ട് ചെയ്യാൻ പറ്റും, ചിലവരൊപ്പം കൂടി കഴിഞ്ഞാൽ അത് ചെയ്യാൻ വലിയ മടിയായിരിക്കും, ഭയങ്കര മോശമാണ്. ഫസ്തക്ഫിർ മിൻ കുനൂസിക്, തൻ്റെ നിധികൾ കൂട്ടി വർദ്ധിപ്പിക്കുക. ലിയൗമി ഫഖ്രിക്, ഒന്നുമില്ലാതെ നഗ്നനായി നിൽക്കുന്ന അവസ്ഥ ഖിയാമത്ത് നാൾ. ഫലൻ തുഗ്നി അൻക കുനൂസുദ് ദുനിയാ ഇദാ മിത്ത, മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ കുനൂസുകളൊന്നും ഉപകാരപ്പെടില്ല. വീടുണ്ടാക്കി, വണ്ടി മേടിച്ച്, കുറേ ഡ്രസ്സുകളാക്കി, ഒരു സാധനത്തിന് ഉപകാരം ഉണ്ടാവില്ല. വീടുണ്ടാക്കി, ദുനിയാവിൻ്റെതാണ്, വീടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കടം മേടിച്ച്, ലോണ് മേടിച്ച്, ഇത് മേടിച്ചിട്ട് വീടുണ്ടാക്കണ്ട. അങ്ങനെ വീടുണ്ടാക്കണതിൽ ഖൈറില്ല. വീടുണ്ടാക്കണോ, പൈസ എടുത്ത് വെച്ച് 10 കൊല്ലം കഷ്ടപ്പെട്ട് പൈസ എടുത്തിട്ട് വീടുണ്ടാക്കിക്കോളി. ഇത് ഒരു മുസ്ലിം പാലിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ സർവ്വസാധാരണ എന്ന് പറയുന്ന പോലെ വാള് ആവട്ടെ, എല്ലാത്തിലാവട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാരുടെ നസീഹത്ത് സർവ്വസാധാരണ പോലെയാണ്. കട എടുത്തിട്ട് വീടുണ്ടാക്കലും, കട എടുത്തിട്ട് എന്ത് ചെയ്യൽ, വണ്ടി മേടിക്കലും, കട എടുത്ത് മൊബൈൽ മേടിക്കലും, EMI-യും മറ്റേതൊക്കെ. ഒരു ശരിയായ ഒരു മുഅ്മിന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കടക്കാരനാവൽ ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ഉള്ള കാര്യം പറയാണ്. ഒരാൾ കല്യാണത്തിന് ഭയങ്കര ചിലവാണ്. ശരിക്കും ഇസ്ലാമി പറയുന്ന സമൂഹം എല്ലാവരും കൂടി വീട്ടുകാരും അപ്പുറത്തേരൊക്കെ കൊടുക്കണം എന്നാണ്. അയാൾക്കില്ലെന്നാണ് കല്യാണം കഴിക്കാനുള്ള അയാളെ സഹായിക്കണം. അയാൾ ഫക്കീറാണെങ്കിൽ സക്കാത്തിൽ നിന്ന് കൊടുക്കണം. ഇനി അല്ല, ഇയാൾക്ക് വാശി, അയാളെ പൈസ കൊണ്ട് അയാൾ കല്യാണം കഴിക്കുള്ളൂ, എന്നാൽ കട എടുക്കണേനെ ഹൈർ അയാൾ എന്ത് ചെയ്യുക, പൈസ ഒരുമിച്ച് കൂട്ടിയിട്ട് കല്യാണം കഴിക്കാം. അത്യാവശ്യമാണ് കട എടുത്ത്, ഓക്കെ, അത് എത്രയും പെട്ടെന്ന് വീട്ടാൻ നോക്കാം. പിന്നെ വീട്, ഒരാൾക്ക് ഒരു വീടുണ്ടാവും, താമസിക്കാൻ പറ്റണം. വീട് അയാളെ പേരിൽ തന്നെ എടുക്കും. വാടകയ്ക്ക് താമസിക്കാമല്ലോ. അയാൾക്ക് താമസിക്കാനുള്ള ഒരു കൂരുണ്ടാക്കണം എന്നാണ് ശറയിൽ പറഞ്ഞിട്ടുള്ളത്. താമസിക്കാനൊരു വീടുണ്ടാവും ഭാര്യയ്ക്ക്. അയാൾക്ക് അത് വാടകയ്ക്ക് എടുക്കാമല്ലോ.
അല്ല, ഉണ്ടാക്കിയിട്ട വീടുകൾ മേടിക്കാമല്ലോ. ഇനി അയാൾക്ക് ഉണ്ടാക്കണം എന്ന് ഭയങ്കര വാശിയാണ്. ശമ്പളം കിട്ടുമ്പോൾ മാസം ആ ശമ്പളം വെച്ചിട്ട് പണിയാലോ, കുറച്ച് കെട്ടായിട്ട്. എനിക്കറിയണ ആൾക്കാർ, ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞതിന് ശേഷം എത്ര 4-5 കൊല്ലം എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാസം കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് പണത് വീടിൻ്റെ പണി തീർത്തിട്ടുണ്ട് കടം മേടിക്കാണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ തന്നെ ആരെങ്കിലും കൊടുന്നു തന്നു വേണ്ടാന്ന് അറിയണ്ട, അത് വേറെ മാർഗം. അത് ചോദിക്കാണ്ട് കിട്ടിയതാണ്. അപ്പോൾ അതും നമ്മൾ വീട്ടണം, എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കണം. പക്ഷേ അതിന് വേണ്ടി ലോൺ എടുത്ത് ആ പണിക്ക് നമ്മൾ നിൽക്കരുത്. അത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും അങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടില്ല എന്നാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അത് അതിനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹ് തന്നായിരുന്നു, നിങ്ങളത് മറന്ന്. എന്താണ് അതിനുള്ളതാണ് അള്ളാഹ് നിങ്ങൾക്ക് തന്നേനെ. നിങ്ങൾ തല കുത്തി നിന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതിനുള്ളതുണ്ടെങ്കിൽ അതിന് അള്ളാഹ് തന്നേനെ. അല്ലെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു തന്നേനെ, കടമേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായി സൂക്ഷിക്കുക, ഭയങ്കര സൂക്ഷിക്കുക. ആൾക്കാരെ കയ്യിൽ മറ്റേ ഫോണുണ്ട്, ആൾക്കാരെ കയ്യിൽ മറ്റേ സാധനമുണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടാ പൈസ, നിങ്ങൾ അത്ര ആഗ്രഹമുണ്ട പൈസ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മേടിച്ചോളി. നമുക്ക് അതിനുള്ള കപ്പാസിറ്റിയാണ്, നിങ്ങൾ എടുത്ത് വെച്ചിട്ട് മേടിച്ചോളി. നമ്മൾ വേണ്ടാന്ന് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ദുനിയാവിൻ്റെ കുനൂസ്, ആഖിറത്തിൻ്റെ കുനൂസല്ല. അപ്പോൾ ദുനിയാവിൻ്റെ കുനൂസ് ഉള്ളത് വെച്ചിട്ട് ചെയ്താൽ മതി. ആഖിറത്തിനെ ബാധിക്കേണ്ടെങ്കിൽ അത് വഅലൈക്കും അസ്സലാം ആഖിറത്തിന് ബാധിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. ഇനി ആഖിറത്തിന് ബാധിക്കണില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. അത് മോശമായിട്ട് ബാധിക്കേണ്ടെങ്കിലോ അത് തിരിഞ്ഞേ നോക്കരുതല്ലോ. അപ്പോൾ അത് ഭയങ്കരമായി സൂക്ഷിക്കുക. വണ്ടി ആഗ്രഹമുണ്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടല്ലോ, വണ്ടി ആഗ്രഹമുണ്ട്, വാടകയ്ക്ക് വണ്ടി കിട്ടുമല്ലോ, വണ്ടി ആഗ്രഹമുണ്ട്, മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ മതിയില്ലേ. ഇപ്പോൾ ചില ആൾക്കാരെ മൈൻഡിൽ എന്ത് മേടിക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിലുള്ള ആൾക്കാർ അത് അള്ളാഹ് തന്നുകൊണ്ട് തൃപ്തിപ്പെടാണ്ടിരിക്കല. ബസ് അയാൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് തന്നിട്ടില്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. അള്ളാഹു സൃഷ്ടിച്ച ഓരോരുത്തർക്ക് ഖിസ്മത്ത് ചെയ്തിട്ട്, അള്ളാഹിൻ്റെ ഖിസ്മത്താണത്. ഓരോരുത്തരെ ചിലവരെ മുകളിലും ചിലവരെ താഴ്ത്താക്കി. എന്തിന്? ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. അവർ തമ്മിൽ ഓരോരുത്തരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ജോലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണേ, അത് വേണമല്ലോ. എല്ലാത്തിലും അതിന് ഹിക്മത്തുണ്ട്. കണക്കാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഇതറിയാം. ഇനി അയാൾക്ക് അത്രയും വലിയ സ്റ്റേറ്റസിൽ ഇതാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ തേടിയിട്ട് പോയിക്കോളി. അയാൾക്ക് വലിയ പൈസ കിട്ടുന്ന ജോലി വേണം, അപ്പോൾ അതിനുള്ള പഠിപ്പ് ഇയാൾക്കില്ല. എന്നാൽ പഠിക്കാൻ പോയിക്കോളി, എന്നിട്ട് ആ ജോലിക്ക് അന്വേഷിച്ചോളി. അതിൻ്റെ സബബുകൾ പിടിച്ചിട്ട് അള്ളങ്ങൾക്ക് ഫതഹ് ചെയ്യണം പോയിക്കോ, വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? പക്ഷേ ആ സബബൊന്നുമില്ല, പക്ഷെ അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ വേണം, കയ്യിലില്ല. അപ്പം ആൾക്കാരൊക്കെ ഭയങ്കര ലാഘവത്തോടെ, ഭയങ്കര ഹവാനാക്കി, ഭയങ്കര ഒരു വില വെക്കാത്ത സാധനമാണ് ഈ മൊബൈൽ മേടിക്കണത്. 2 കൊല്ലത്തെ EMI വെച്ചിട്ടാണ് മൊബൈൽ മേടിക്കുക. പറയാം ശമ്പളത്തിൽ നിന്ന് 200 രൂപ കൊടുത്താൽ മതിയില്ലേ? എത്ര 200, 250, 300 ആണ്ടല്ലേ? അപ്പോൾ 2 കൊല്ലമാകുമ്പോഴത്തേനും അടിച്ച് തീരും. ഈ 2 കൊല്ലം നിങ്ങൾ ജീവിക്കും, നിങ്ങൾക്ക് എന്താ ഉറപ്പ്? നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ 2 കൊല്ലം നിങ്ങൾ എടുത്തുവെച്ചിട്ട് അവസാനം മേടിച്ചോളി.
ഇത് അള്ളാഹിനോട് നാളെ ഉത്തരം പറയേണ്ട ഒരു കടത്തിൻ്റെ വിഷയങ്ങൾ മറക്കരുത്. നമ്മൾ ആ കുടുക്കിൽ നമ്മൾ പെടരുത്. അത് നമ്മൾക്കുള്ളതല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾക്കുള്ളതല്ല, അത് നമ്മൾ അതിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുക. അത് നമ്മൾക്കുള്ളതല്ല, നമ്മളിതല്ല. അത് നമ്മളെ ആൾക്കാർക്കുള്ളതല്ല. നമുക്കോ നമ്മളെ മക്കളൊക്കെ 7 അയിലെത്തത് എത്തരുത്. അതന്നെ ഈ കടം EMI അല്ല. മക്കളും ചെറുപ്പം മുതൽ മക്കളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ശീലിപ്പിക്കുക. പറഞ്ഞ് ഭാര്യമാരും ഇതൊക്കെ നമുക്ക് അല്ലാഹ് തന്നത് കൊണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റൂല. പറഞ്ഞ് മനസ്സിലാക്കാം. ശമ്പളം 2000 ദിർഹംസ് ആണെങ്കിൽ അത്രേനുള്ള ജീവിക്കാനുള്ളത് അല്ലാഹ് തന്നിട്ടുള്ളത്, അതിനുള്ളത് നമ്മൾ ജീവിക്കാണ്. അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് 5000 ദിർഹംസ് ശമ്പളം കിട്ടണ ആളെ ജീവിതം നമ്മൾ ജീവിക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. ചെയ്യരുത്. കാരണം അല്ലാഹ് തന്നതിനെ ശുക്ർ ചെയ്യാത്ത പോലെ ആവും അത്. എനിക്ക് ഇനിയും വേണം ദുനിയാവ് വേണമെന്ന സബബുകൾ പിടിക്ക്. മനസ്സിലായില്ല? സബബുകൾ പിടിക്ക്. അപ്പോൾ വേണം. അപ്പോൾ ഇതിനെക്കാട്ടി ഉയർന്ന ജോലികൾ അന്വേഷിക്കുക. അതിൽ ദീനെ എതിർക്കണില്ലല്ലോ. ദീനെ എതിർക്കേണ്ട. അതിൽ ശമ്പളങ്ങൾക്ക് കിട്ടണം, വലിയ ശമ്പളം കിട്ടണം. എന്ത് ജോലി? കച്ചവടം പോയിട്ട് ചെയ്തോളി. നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ ജോലി ചെയ്തോളി. സൈഡ് ബിസിനസ് ചെയ്തോളി. ദീനെ എതിർക്കേണ്ട ഇല്ലല്ലോ. വഖുൽ ഇൻദ നൗമിക്, ഉറങ്ങുന്ന സമയത്ത് പറയുക. ഉറങ്ങുന്ന സമയത്ത് പറയുക. അത് രാത്രി ആവട്ടെ രാവിലെ ആവട്ടെ ഏത് സമയത്തും. അത് മുബാഹായ ഉറക്കാവട്ടെ സുന്നത്തായ ഉറക്കാവട്ടെ ഏതോ ആവട്ടെ, ഏത് ഉറക്കാണെങ്കിലും എങ്ങനെ പറയുക? കൈ, അതായത് രാത്രിയാണെങ്കിൽ രാവിലൊക്കെ ആണെങ്കിൽ കൈ ഇവിടെ വെച്ചിട്ട്, രാത്രിയൊക്കെയാണ് ഇങ്ങനെ. അതെന്തിന്? ഇവിടെ കുറച്ചുകൂടി ഇതുണ്ട്. കൈ ഇവിടെ വെക്കുമ്പോൾ ഇവിടുത്തതും വ്യത്യാസമുണ്ട്. ഇവിടെ കിടക്കുമ്പോൾ ഏതാ കൂടുതൽ ഉറക്കത്തിന് സുഖം? ഇതാണ്. കാരണം ഇവിടെ ഇറച്ചി ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഉറങ്ങിയിരുന്നത്. അപ്പോൾ പിന്നെ തലേണിമ്മൽ കുറേ ആണ്ട് കിടക്കുമ്പോൾ കനമുള്ളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ സുന്നത്താണ് അങ്ങനെ കിടക്കുന്നത്. വലിയ ഉറക്കത്തിന്, ചെറിയ ഉറക്കത്തിന് ഇങ്ങനെ അങ്ങനെ രണ്ടിലത്തെ ഏതെങ്കിലും ഒന്ന് വെച്ച്, ഇനി ചെറിയ ഉറക്കത്തിൽ ഇങ്ങനെ ഉറക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അത് വെച്ചതിന് ശേഷം പറയുക, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിസ്മിക അർഫഉഹു. അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്, ബിസ്മിക റബ്ബി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ, വദഅതു ജംബി, എൻ്റെ ജംബ് ഭാഗം ഞാൻ വച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ പറയും ഇരുന്നുറങ്ങണവർ എന്ത് ചൊല്ലിയാൽ മതി? അതായത് ഞാൻ കിടന്നിരിക്കുന്നു, സൈഡ് വെച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇരുന്നുറങ്ങണവനാ ഒരാൾ ഇരുന്നുറങ്ങാണ്. ഒരാൾ പറയണ കുറച്ച് നേരം ഭയങ്കര ടയേർഡായി, അടുത്ത ജോലിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഒരു വിശ്രമം പോലെ ഒരു അരമണിക്കൂർ ഉറങ്ങുക. അപ്പോൾ ഇരുന്നുറങ്ങാനേ ഉള്ളൂ. അപ്പോഴും ഇത് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ ജമ്പി സൈഡിലല്ലല്ലോ കിടന്നത്, അല്ലെങ്കിൽ കിടന്നിട്ടല്ലല്ലോ എന്ന് പറയണ്ട. കിടക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. വബിസ്മിക അർഫഉഹു, അല്ലാഹുവിൻ്റെ നാമം കൊണ്ടാണ് ഞാൻ എണിക്കുന്നത് അല്ലെങ്കിൽ ഉയർത്തുന്നത്. ഫഗ്ഫിർ ലീ ദംബി, അല്ലാഹുവേ എൻ്റെ പുറത്ത് തരണേ റബ്ബേ കുറ്റങ്ങളിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഖിനി അദാബക. ഇത് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെച്ചിട്ട് ദ്വാരക്കുള്ളത്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. അല്ലാഹുവേ നാളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ശിക്ഷകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണേ, നമ്മളെ വിഖായത്ത് ചെയ്യണേ. ഇത് 3 വട്ടം പറയല സുന്നത്ത്.
اللهم قني عذابك يوم تبعث عبادك اللهم قني عذابك يوم تبعث عبادك. അങ്ങനെ 3 വട്ടം എന്ന് പറഞ്ഞു. اللهم باسمك أحيا وأموت أعوذ بك من شر كل ذي شر ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. مت رواية اللهم رب السماوات السبع ورب الأرضين ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان. نرى أعوذ بك من شر كل ذي شر. ഇതിലുള്ള പോലെ ദ്വാരുന്നാൽ മതി. ഇപ്പോൾ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് മരിക്കുന്നു ജീവിക്കുന്നതൊക്കെ. അഊദു ബിക മിൻ ശർരി കുല്ലി ദീ ശർ, ഷർറുള്ള എല്ലാത്തിൻ്റെ ഷർറിൽ നിന്നും, ജിന്നാവട്ടെ ഇൻസാവട്ടെ അത് എന്താവട്ടെ, ഏത് ജീവിയാവട്ടെ, രാത്രിയുള്ള ജീവിയാവട്ടെ, രാവിലുള്ള ജീവിയാവട്ടെ, മറിഞ്ഞ ജീവിയാവട്ടെ, കാണുന്ന ജീവിയാവട്ടെ, ആരാവട്ടെ അവരെ ഷർറീന്നൊക്കെ റബ്ബേ ഞങ്ങൾക്ക് കാവൽ തരണേ. വമിൻ ശർരി കുല്ലി ദാബത്തിൻ, എല്ലാവരും ജീവിയും അവൻ്റെ ഷർറീന്ന്. അൻത ആഖിദും ബിനാസിയതിഹ, റബ്ബിൻ്റെ ഖുദ്റത്ത്. നാസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളെ കൺട്രോൾ എന്നുള്ള അർത്ഥമാണ് അവിടെ. അള്ളാഹുവിൻ്റെ കൺട്രോളിലാണല്ലോ എല്ലാ ദുനിയാവും ഉള്ളത്. അപ്പോൾ എല്ലാ ഓരോ ജീവിൻ്റെ അള്ളാഹുവിൻ്റെ കൺട്രോളിലുള്ള എല്ലാ ജീവിയും, അതായത് അള്ളാഹുവിനാണ് എല്ലാ കഴിവുള്ളത്. അപ്പോൾ റബ്ബേ കഴിവുള്ള റബ്ബാണല്ലോ, ഇവരൊക്കെ ഷർറിനെ ഒഴിവാക്കി തരണേ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു അതായത് അള്ളാഹുവിൻ്റെ വഴിയാണ്, അതായത് റബ്ബെ നേരെ വഴിക്ക് നടത്തണേ എന്നുള്ള അർത്ഥമാണ് അവിടെ. അൻതൽ അവ്വലു, അള്ളാഹു ആണ് ആദ്യം. ആദ്യം എന്ന് പറയുമ്പോൾ ആദ്യത്തിന് ഒരു ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്ന് പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നത് ഇല്ലാണ്ടുണ്ടായതിന് ആദ്യം എന്നറിയാം. അള്ളാഹു ആദ്യമാണ് എന്നറിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലുഗവിയായി തെറ്റാണല്ലോ. എന്താണ് അവ്വൽ? അള്ളാഹു അവ്വലാണ്. അവ്വലിൻ്റെ അർത്ഥം ഫലൈസ ഖബ്ലക ഷൈ, അള്ളാഹുവിൻ്റെ മുമ്പ് ഒന്നുമില്ല, തുടക്കമില്ലാന്ന്. വഅൻതൽ ആഖിറു, ഒടുക്കമില്ല. ഫലൈസ ബഅദക ഷൈ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈ. അള്ളാഹു ഉയർന്നവനാണ്, അള്ളാഹുവിനെക്കാട്ടിയും ഉയരുന്ന വേറൊന്നുമില്ല. ഉയർന്നവനാണ്, അള്ളാഹുവിനെക്കാട്ടിയും സ്ഥാനത്തിലൊന്നിലും ഉയർന്ന ഒന്നുമില്ല. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈ. അള്ളാഹു ആണ് മറിഞ്ഞത്, അതായത് ആൾക്കാരെ കണ്ണുകൊണ്ടും ഇതുകൊണ്ടും. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. അപ്പോൾ ഫലൈസ ദൂനക ഷൈ, അള്ളാഹുവിൻ്റെ അടുക്കൽ ആയിട്ട് ആരുമില്ല. അള്ളാഹു ആണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ദൂരെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലനെ അടുക്കലായിട്ട് ആരുമില്ല. അള്ളാഹു ഒരുവനാണ്, ഏകനാണ്. എന്നിട്ട് പറഞ്ഞു ഇനി ദുആ, ഇഖ്ദി അന്നി ദൈന വഅഗ്നിനി മിനൽ ഫഖർ. അത് ഭയങ്കര ദുആ ആണ്. ഇത് എപ്പോഴും ദ്വാരക്കേണ്ട ദുആ ആണ്. അഗ്നിനി മിനൽ ഫഖർ, അല്ലാഹുമ്മ ഇഖ്ദി അന്ന ദൈൻ. റബ്ബേ കടത്തീന്ന് ഇന്നെ മോചിപ്പിക്കണം, കടം വീട്ടി തരണേ. വഅഗ്നിനി മിനൽ ഫഖർ, ഫഖറീന്ന് എന്താ ഫഖറത്തരാക്കല്ലേ റബ്ബേ. അള്ളാഹുവിലേക്ക് ഫഖീറാക്കണം, മനുഷ്യർക്ക് അമ്മാ ഇലൽ ഖൽഖി ഫല. ഇതന്നെ ഈ ദുആ തന്നെ. ഇങ്ങനെ കുറേ ദുആകളിൽ നിന്ന് മനസ്സിലാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖീറായിരുന്നില്ല. നബിക്ക് ഉണ്ടായിരുന്നു, നബി പണം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരിലേക്ക് ഫഖറത്തരം നബിക്ക് ഉണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്കുള്ള അല്ല മൊത്തമായിട്ട് اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين واغننا من الفقر. نعم.
اللهم أنت خلقت نفسي وأنت تتوفاها റബ്ബേ എൻ്റെ നഫ്സിനെ സൃഷ്ടിച്ച റബ്ബാണ് റബ്ബേ വഅൻത തതവഫാഹ റബ്ബാണ് അത് മരിപ്പിക്കുന്നതും. അതായത് എന്നെ ജീവിപ്പിച്ച് എനിക്ക് അതിൽ ഓപ്ഷനില്ല. മരിപ്പിക്കുന്ന റബ്ബാണ്, ഓപ്ഷനില്ല. ലക മമാതുഹാ വമഹ്യാഹാ അല്ലാഹ്, അതായത് അതായത് റബ്ബിൻ്റെ കയ്യിലാണ് പവർ. വേണം ജീവിപ്പിക്കാം, വേണം മരിപ്പിക്കാം. അതാണ്. ഇൻ അമത്തഹ, ഇനി മരിപ്പിച്ച റബ്ബെ ഫഗ്ഫിർ ലഹ, തിരിച്ച് മടക്കല്ലല്ലോ, അപ്പോൾ ഉള്ളതൊക്കെ പുറത്തരണേ റബ്ബെ. വ ഇൻ അഹ്യൈതഹ, ഇനി മടക്കമുണ്ടെങ്കിൽ, ജീവിതത്തേക്ക് മടക്കമുണ്ടെങ്കിൽ, ഫഹ്ഫദ്ഹാ, അതായത് അള്ളാഹുവെ എന്താണ്, ബിമാ തഹ്ഫദു ബി ഇബാദിക സ്സാലിഹീൻ, അള്ളാഹുവെ സംരക്ഷിക്കണേ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ. എങ്ങനെ സാലിഹീങ്ങളെ അള്ളാഹു സംരക്ഷിക്കണ പോലെ ഞങ്ങളെ സംരക്ഷിക്കണം. ഭയങ്കര ദുആ ആണ്. അള്ളാഹുവിനോട് എല്ലാതും വിട്ടിട്ട് റബ്ബിനോട് മാത്രമുള്ള മുനാജാത്താണത്. റബ്ബേ, റബ്ബല്ലാത്ത റബ്ബ് ആരാ? ഞാൻ ജീവിക്കുന്നത് റബ്ബ് കൊണ്ട്, മരിക്കുന്നത് റബ്ബിനെ കൊണ്ട്. റബ്ബിന് വേണം ജീവിപ്പിക്കാൻ, മരിപ്പിക്കാൻ, റബ്ബിനെ അല്ലാതുള്ളത്. ഇനി റബ്ബ് വിധിച്ചത്, റബ്ബ് ജീവിപ്പിച്ചാൽ റബ്ബെ അത് നല്ല അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാവട്ടെ, നോട്ടത്തിലാവട്ടെ. മരിച്ചു കഴിഞ്ഞാൽ റബ്ബെ പുറത്തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, റബ്ബേ അഫുവും പൊറുക്കലിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നൊക്കെ അഫു തരണേ, മോചനം തരണേ. വൽ ആഫിയ, ആഫിയത്ത് തരണേ, എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നൊക്കെ എന്താ ആഫിയത്ത് തരണേ. اللهم أيقظني في أحب الساعات إليك, അള്ളാഹുവേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സമയം എന്ന്, ഇലൈക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന് ഞങ്ങളെ എന്ത് ചെയ്യണം, എണിപ്പിക്കണേ. വസ്തഅമിൽനി ബി അഹബ്ബിൽ അഅമാലി ഇലൈക്ക്, അള്ളാഹുവെ എന്നെ ഉപയോഗിക്കണേ, ആ സമയത്ത് എന്നെ ഉപയോഗിക്കണേ. ഏത് സമയത്ത്? അഫ്ളലായ സആത്തി, അഹബ്ബായ സആത്തിൽ എന്നെ ഉപയോഗിക്കണേ. ബി അഹബ്ബിൽ അഅമാലി, അള്ളാഹുവിൻ്റെ അടുക്കൽ അഹബ്ബ് എന്ന് പറഞ്ഞാൽ അഫ്ളലായത്, ഇലൈക്ക് റബ്ബിൻ്റെ അടുത്ത്. എന്തിന്? ലിതുഖർരിബനി ഇലൈക സുൽഫാ, റബ്ബിൻ്റെ അടുക്ക് എന്നെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. വതുബ്ഇദനി മിൻ സഖതിക ബുഅദാ, അള്ളാഹുവിൻ്റെ കോപത്തിനും ദേഷ്യത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അസ്അലുക ഫതുഅ്തിയനി, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലഫ് നശ്ർ മുഷവ്വഷാണ്. എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഐഖിദ്നി ഫി അഹബ്ബിസ് സആati ഇലൈക, റബ്ബേ ഇന്നെ അള്ളാഹുവിൻ്റെ അഫ്ളലായ ഹബ്ബായ സമയത്ത് ഉണർത്തണേ. എന്തിന്? ലി അസ്അലക, എന്തിന്? ആ രാത്രി അള്ളാഹു ചോദിക്കോലോ, ആരേലും ചോദിക്കാൻ. അള്ളാഹു ഹദീസൻ എങ്ങനെയാണ്, രാത്രി അവസാനം ഇങ്ങനെ അള്ളാഹു ഇറങ്ങും എന്ന്. അതായത് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാൻ നേരിട്ടിട്ട് റബ്ബന്നെ നടത്തി തരും. മറ്റേത് അങ്ങനെയല്ലല്ലോ, മറ്റേത് റബ്ബിൽക്ക് ഉയർത്തും എന്നാ പറയാ. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ് വൽ അമൽ, റബ്ബ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിന്ന്. ആ സമയത്ത് പെറ്റീഷനൊക്കെ കൊടുത്തോളി. ഇപ്പോൾ കമ്പനികളാവട്ടെ, നമ്മൾ ഇതൊക്കെ ആവട്ടെ, ഇതുണ്ടാവുമല്ലോ, കൊല്ലത്തിലൊരു വട്ടം നേരിട്ടിട്ട് ബോസിനോടുള്ള ഇൻട്രാക്ഷൻ എന്ന് അറിഞ്ഞിട്ട് മിക്ക കമ്പനികളും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആൾക്കാർക്ക് പ്രത്യേകം പ്രൊമോഷൻ എന്തെങ്കിലും വേണമെന്നുള്ള പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. ഇല്ല, സാധാരണ ഉണ്ടാവുന്നതാണ്, മിക്ക കമ്പനികളിലും ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടാവുന്നതാണ്. അത് മനുഷ്യൻ്റെ അവസ്ഥയിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സമയത്ത് ഹൽ മീൻസ് അള്ളാഹു ചോദിക്കുന്നതാണ്. ഇവിടെ അള്ളാഹ് ഇറങ്ങും എന്നറിഞ്ഞാൽ മനസ്സിലാക്കുക അത് പെറ്റീഷനിൽ നേരിട്ടിട്ടാണ്. ഫിനിഷ്. ഹൽ മിൻ സായിലിൻ ഫഉഅ്തിയ, ആരേലും ഒരാൾ ചോദിക്കേണ്ടോ ഞാൻ കൊടുക്കും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹു. ഇതൊക്കെ അള്ളാഹു പറയുന്നതാണ്. ചോദിച്ചോളി തരാ എന്ന് പറയുന്ന സമയമാണ് സുലുസുൽ ലൈലിൽ അഖീർ, അവസാനത്തെ രാത്രിൻ്റെ അവസാന ഭാഗം. അപ്പോൾ റബ്ബേ ആ സമയത്ത് ഇന്നെ എണിപ്പിക്കണേ. എന്തിനു വേണ്ടി എണിപ്പിക്കണേ? ചോദിക്കാൻ വേണ്ടി എണിപ്പിക്കണേ.
വസ്തഅമിൽനി ബി അഹബ്ബിൽ അഅമാലി ഇലൈക്. എന്തിന്? ഇസ്തിഗ്ഫാർ ചെയ്യാനും ദുആ ചെയ്യാനും. മനസ്സിലായ? അപ്പോൾ നന്നായിട്ട് ഇന്ന ആ സമയത്ത് എണിപ്പിക്കണ റബ്ബേ, എനിക്ക് ആ സമയത്ത് ചോദിക്കാനാണ് റബ്ബേ. അപ്പോൾ ചോദിച്ചാൽ റബ്ബ് തരുമല്ലോ. ഇസ്തിഗ്ഫാർ പൊറുക്കല്ല തേടാനാ റബ്ബേ, പൊറുക്കല്ല തേടാൻ റബ്ബ് പുറത്തു തരുമല്ലോ. വഅദ്ഉക ഫതസ്തജീബ ലീ, ദുആർന റബ്ബേ ഉത്തരം നൽകാമല്ലോ. അപ്പോൾ റബ്ബേ ഇന്ന സമയങ്ങളിൽ എണിപ്പിക്കണ റബ്ബേ എന്നായി. എന്നിട്ട് പറഞ്ഞു സുമ്മ ഖറ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഓതുക. ആമന റസൂൽ ഓതുക. ആമന റസൂൽ എപ്പോൾ ഓതി കഴിഞ്ഞാലും അതിൻ്റെ അവസാനത്തിൽ ആമീൻ പറയൽ സുന്നത്താണ്. എപ്പോൾ ഓതിയാലും, എപ്പോൾ ഹദ്ദാദിൽ ഓതിയാലും, എപ്പോൾ ഓതിയാലും ആമീൻ പറയൽ സുന്നത്താണ്. വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് 3 വട്ടം ഓതൽ സുന്നത്താണ്. പിന്നെ മുഅവ്വിദത്തൈനും 3 വട്ടം ഓതൽ സുന്നത്താണ്. പിന്നെ തബാറക്കൽ മുൽക്ക് സൂറത്ത് ഓതൽ സുന്നത്താണ്. ഫാത്തിഹ ഓതലും സുന്നത്താണ്. അവസാനം ദിക്റുകളൊക്കെ അവസാനിപ്പിക്കുന്നത് കാഫിറൂനായിട്ട് അവസാനിപ്പിക്കലും സുന്നത്താണ്. സുന്നത്താണത്. സുന്നത്താണത്. ഇനി ഉറക്കത്തിൽ നിന്ന് എപ്പോൾ എണീച്ചാലും, ഉറക്കത്തിൽ നിന്ന് എണിക്കൂലേ, അതായത് രാത്രിക്ക് എണിക്കൂലേ, അപ്പോൾ സുന്നത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. പത്തനത്തിലുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു വലിയ ഹുദ്കന്നവും, ഉറക്കം വരട്ടെ, ഉറക്കം വരുമ്പോൾ ഇങ്ങനെ ആവട്ടെ എന്ന്. വ അൻത, ഏതവസ്ഥയിൽ, വ അൻത അലാ ദിക്രില്ലാഹി തആല വ അല ത്വഹാറ, അള്ളാഹുവിൻ്റെ ദിക്രിയിലും തഹാറത്തിലുമായിട്ട് ഉറക്കം വരട്ടെ. മനസ്സിലായ? അതായത് ഉറക്കം വരുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ദിക്റിയിലായിരിക്കും. ആദ്യം വാരീതായ ദിക്റുകൾ, അതിൻ്റെ ഏറ്റവും കുറവ്, ഇതിനെക്കാട്ടും കുറവില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കണതിലൊക്കെ 1.5 പേജ് 1.5 പേജ് ഉണ്ടാവും. ഇതത്രയും ഇല്ല. ഇതിപ്പോൾ സ്പീഡിൽ ഓതി തീരുന്ന 5 മിനിറ്റിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. ഇതല്ലാത്തപ്പോൾ നമ്മൾക്ക് എന്തുണ്ട്, ബിസ്മിക أموت وأحيا أعوذ بك باسمك ربي وضعت جنبي وباسمك أرفع فاغفر لي ذنبي اللهم إن أمسكت نفسي فارحمها وإن أحييتها أورند الله اللهم قني عذابك اللهم اسمك أحيا وأموت وأعوذ بك من شر كل ذي شر ومن شر كل دابة أنت آخذ من ناصيتها إن ربي على صراط مستقيم اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوق شيء وأنت الباطن فليس دونك شيء اقضي عنا الدين واغننا عن الفقر اللهم أنت خلقت نفسي وأنت تتوفاها لك مماتها ومحيانا متى فاغفر لها وإن أحييتها فاحفظها بما تحفظ به عبادك الصالحين പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്ത്, പിന്നെ ഇന്നീ അസ്അലുക്കൽ അഫ്വ അല്ലാഹുമ്മ ഇഖ്ദിനി ഫി അബ്ബി സആത്തി ഇലൈക്. പിന്നെ അങ്ങനെ പോയിട്ട് ഇനിയുണ്ട് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 34 അല്ലാഹു അക്ബർ. പിന്നെ അതുപോലെ തന്നെ കുറേ ദിക്ർ ഇസ്തിഗ്ഫാർ ഉണ്ട് ആ സമയത്ത്. ഇതൊന്നും പിന്നെ ആമന റസൂൽ ഒരിക്കലും വിടരുത്. അലി റളിയല്ലാഹു പറഞ്ഞു, ഉറങ്ങുമ്പോൾ ആമന റസൂലിൻ്റെ പ്രാധാന്യം ഒരാൾ ഇറങ്ങിയാൽ അയാൾ ഒരു കാരണവശാലും അത് വിടില്ല എന്നാണ് ഉറങ്ങണ സമയത്ത്. അത്രയും പ്രാധാന്യമുണ്ട് അതിന്. അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ടൊക്കെ വാരിതായ ദിക്ർ കഴിഞ്ഞാൽ പിന്നെ നാവിൽ ഇസ്തിഗ്ഫാറോ സലാത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിയിട്ട് ഉറങ്ങാം. അങ്ങനെ ഉറക്കത്തേക്ക് പോകാം. ഫമൻ ഫഅല, പിന്നെ ശുദ്ധിയിലും ആയിരിക്കാം, തഹാറത്തിൽ വുളൂഇലായിരിക്കാം. വുളൂഇലായിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ശൈത്താൻ്റെ കളികൾ ഉണ്ടാവില്ല. ശൈത്താൻ്റെ ഷെറുകളും കളികളൊന്നും നടക്കില്ല അവിടെ, വുളൂഉള്ള ആളെ. ഇപ്പോൾ ഈ ചിലരൊക്കെ ഉറക്കത്തിൽ നിന്ന് ഭയങ്കരമായി ഞെട്ടി എണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ശരിക്കും പറഞ്ഞാൽ അവർ ഇത് ചൊല്ലിയിട്ട് കിടന്നിട്ടുണ്ടാവില്ല മിക്ക സമയത്തും. പിന്നെ ഒളു ഉണ്ടാവില്ല. ഒളു എടുത്ത് കിടന്ന ശൈത്താൻ ഇങ്ങനത്തെ കളികൾ നടക്കില്ല. അതിനുള്ള പവറില്ല അതിനുള്ള പവറില്ല അവർക്ക്, അതിനുള്ള പവറില്ല. എപ്പോഴും ഇവർക്ക് പവർ ഉണ്ടായിട്ടില്ല. നമ്മൾ താന്നിട്ടാണ്.
ശരിക്കും ഉണ്ടാവുന്നത് അവർക്ക് പവർ ഉണ്ടായിട്ടല്ല, നമ്മൾ ഉള്ളതിനെക്കാട്ടും അത് പതിച്ചിട്ടാണ്. മനസ്സിലായില്ല? അത്രയാണുള്ളൂ. ഇപ്പോൾ ഒരാൾ ശരിക്കും ഔറാദ് ഓതുന്ന ആൾക്ക് ഇതൊന്നും ബാധിക്കില്ല. ആൾക്കാർ പറയും ഭയങ്കര ഇത് സിഹർ മറ്റേത്. ഞാൻ ശരിക്കും പറയും, കുറേ ആൾക്കാർ സിഹർ വന്നാൽ വിർദുൽ ലത്തീഫ് പതിവായിട്ട് അയാൾ ഓതി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അയാൾക്ക്. അതുവരെ പ്രശ്നം മുസീബത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ആൾക്കാർ വിർദുൽ ലത്തീഫ് പതിവ് എന്ന് പറയുന്ന 40 ദിവസം കഴിഞ്ഞാലേ പതിവാവുള്ളൂ. പതിവാക്കിയതിൻ്റെ ശേഷം അയാൾ വരുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഒന്നുമില്ല എന്നറിയില്ല. സാധാരണ അവസ്ഥയിൽ സാധാരണ കാര്യങ്ങളൊക്കെ ഒഴിവാവാൻ അത് മതി. ദിക്റില്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം. ആൾക്കാർക്ക് ദിക്റില്ലാൻ സമയമല്ല, ഒന്നിനും സമയമല്ല. ആകെ മൊബൈലിൽ തോണ്ടാൻ മാത്രമേ സമയമുള്ളൂ. ഫമൻ ഫഅല ദാലിക, ആരേലും ദിക്റും ചൊല്ലി താറത്തൊക്കെ ആയിട്ടുണ്ട്, ഉരിജ ബിറൂഹി ഇലൽ അർശി വകുതിബ മുസല്ലിയൻ ഹത്താ യസ്തീഖിദ്, എണിക്കുന്നവരെ നിസ്കരിക്കുന്ന കൂട്ടരിൽ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കൂലികൾ കൊടുക്കുന്നു. കാരണം രാവിലെ സുബഹിക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എണിക്കുക എന്നുള്ള നിയ്യത്തുണ്ടല്ലോ, അല്ലെങ്കിൽ രാത്രി സുബഹിൻ്റെ മുമ്പ് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണിക്കുക എന്നുള്ള നിയ്യത്തുണ്ടല്ലോ. അപ്പോൾ ആ നിയ്യത്തിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യും? പക്ഷേ അതിന് തഹാറത്തിലൊക്കെ ആയിട്ട് ഉറങ്ങണം. فإذا استيقظت ഉറക്കത്തിൽ എണീച്ച് കഴിഞ്ഞാൽ ഫർജി ഇലാ മാ ഖദ് അറഫ്തഹു അവ്വലാ, ഇനി ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം കിതാബ് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ അവിടേക്ക് തിരിച്ചങ്ങോട്ട് പോവാ. വദാവിം അലാ ഹാദ തർതീബ്, ഈ പറയപ്പെട്ട തർതീബിൽ പതിവാക്കാം. ബഖിയ്യത ഉംരിക്, തൻ്റെ ജീവിതം മൊത്തം. ഇത് ഒരാളോട് പറയുക, കസ്ലാനായ ഒരാൾ പറയുകയാണ് ഞാൻ ഇത്രയേ ചെയ്യണുള്ളൂ, എനിക്ക് കുറച്ച് തന്നാൽ മതി, എനിക്ക് കുറേ ഒന്നും തന്നാൽ സമയമില്ല, ജോലിയുണ്ട്, മക്കളുണ്ട്, പ്രാരാബ്ദമുണ്ട്, ഇത് കുറച്ച് ചെറിയ പണികൾ തായോ, അനക്കട്ടിരിക്കാനുള്ളതൊന്നുമില്ല, കുറച്ച് തന്നാൽ മതി. ആ കുറച്ച് പതിവാക്കണം എനിക്ക്. ഞാൻ കുറേ ഒന്നും ഉയർന്നില്ല, നമ്മൾ മിസ്കീന, നമ്മളിതൊക്കെ അറിയാം. അപ്പോൾ നമ്മളങ്ങനെ ജീവിച്ച് പോകേണ്ടത്. ഇടയ്ക്കൊക്കെ എനിക്ക് ഹാലനുസരിച്ചിട്ട് ഇടയ്ക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സിവാറും ഇത് കൂടുതൽ ചെല്ല പതിവായിട്ട് കൊണ്ടുപോകേണ്ടത് കുറച്ച് മതി. കുറച്ച് എന്ന് പറഞ്ഞാൽ താങ്ങാവുന്ന കുറച്ച് മതി. അങ്ങനെ ഒരാൾ പറയണേ ഈ ഹിദായത്തുൽ ഹിദായുള്ളത് നടത്തിയാൽ മതി. എന്നാലും അയാൾ ഹിദായത്തിൻ്റെ തുടക്കത്തിലെത്തി, ഇനി അയാൾ പതിവായിട്ട് പോകണമെങ്കിൽ അയാൾക്ക് അയാളൊരു ശരിയായ മുഅ്മിനാ. മനസ്സിലായ? ഒരാൾ പറയും എനിക്ക് ഇനി കൂടുതലും വേണ്ട കുറവും വേണ്ട, ഒരു സാധനം മരണം വരെ ഞാൻ ഇപ്പോഴും ഇനി മരണം വരെ കൊണ്ടെടുക്കാൻ പറ്റുന്ന, അതായത് വയസ്സായാലും എനിക്ക് കൊണ്ടെടുക്കാൻ പറ്റുമോ, ഭയങ്കര പ്രയാസം ഉണ്ടാവാതെ ഓതാൻ പറ്റുന്ന സാധനങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഹിദായത്തുൽ ഹിദായുള്ള അമൽ ചെയ്യാം. ഇതിൽ കുറേ മെനക്കെടുത്തിച്ചിട്ടുണ്ടാ. രാത്രി നിങ്ങൾ സുബഹിൻ്റെ മുമ്പ് സുബഹിൻ്റെ കുറച്ച് നേരം മുമ്പ് എണീച്ചിട്ട് ഒന്നും എടുത്തിട്ട് എന്താണ് പറ്റിയെങ്കിൽ രാത്രി ഇത്ര നേരം വൈകിക്കാൻ നേരം വൈകിച്ചോളി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായ? ഒരാളെ ഭയങ്കര നഫ്സിനെ ഭയങ്കര എന്താണ് പറയുക ഫൈറ്റിംഗ് മോഡിൽ ഇട്ടിട്ടില്ല. ഇത് ശ്രദ്ധിച്ച ഫൈറ്റിംഗ് മോഡിൽ കുറേ ഇട്ടിട്ടുണ്ടാ. فإن شق عليك المداومة, പതിവാക്കൽ പ്രയാസമായാൽ فاصبر صبر المريض على مرارة الدواء انتظارا للشفاء. ഇനി പ്രയാസമായി എപ്പോഴും പതിവാകുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റെക്ക് വരും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫൈദാഹും മുബ്സിറൂൻ. ഒരു മുഅ്മിൻ ആരാണ്, തഖ്വയുള്ള ആളാരാണ്, ശൈത്താനെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എന്തായി? ഫൈദാഹും മുബ്സിർ, അത് അവർ തിരിച്ച് മടങ്ങും. സ്റ്റക്കായി ഓത്തൊക്കെ നിന്ന് ഒരു ദിവസം ഇയാളാണ്ട് ഫുള്ളും എന്താണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ വാക്കണം, മൂഡ് ഔട്ടായി. ഇപ്പം എല്ലാവരും മൂഡ് ഔട്ടാണ്. നമ്മളൊക്കെ കുറച്ച് കാലം മുമ്പ് വരെ ഈ സാധനം ആൾക്കാരെടുത്ത് കണ്ടിരുന്നില്ല. ഇപ്പം എന്ത് പറഞ്ഞാലും പെട്ടെന്ന് മൂഡ് ഔട്ടാണ്. എന്തിനാണോ കാലം ഇവർ പറയണ പോലെ മൂഡ് ഔട്ടായി അയാൾ ഓത്തുമില്ല ഒന്നുമില്ല, ഒരു ദിവസം ആണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് അയാൾ ജീവിച്ചെന്ന് വെച്ചോ, ആയിക്കോട്ടെ. പക്ഷെ അയാൾ മൂഡ് ഔട്ടായി. അയാൾ ഓത്തുമില്ല ഒന്നുമില്ല, ഒരു ദിവസം ആണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് അയാൾ ജീവിച്ചെന്ന് വെച്ചോ, ആയിക്കോട്ടെ.
അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തു പോയി, ഇനി എന്തപ്പം ചെയ്യുക? അപ്പോൾ പിറ്റേന്ന് മടങ്ങാം. തദക്കറൂ, അവരപ്പം മടങ്ങും. അപ്പോൾ അങ്ങനെ പ്രയാസമായി കഴിഞ്ഞാൽ ഫസ്ബിർ, ക്ഷമിക്കുക, ക്ഷമ പാലിക്കുക. സബ്റൽ മരീദി, അസുഖമുള്ള ആൾ ഗുളിക കുടിക്കുമ്പോഴുള്ള ആ കയ്പും പ്രയാസം ഉണ്ടല്ലോ, ശിഫ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്ഷമിച്ച്, അങ്ങനെ ഇപ്പം പറയാൻ അത്ര ക്ഷമിക്കാനുള്ളത് ഇതിലില്ല, പറ്റാവുന്നതേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു മനുഷ്യൻ, ഏതൊരു സാധാരണ മനുഷ്യർക്കും പറ്റാവുന്നതേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൽ കുറേ പറഞ്ഞിട്ടുണ്ടാ. വതഫക്കർ, ഇനി ഫിക്ർ ചെയ്യുക, അതൊരു ഇബാദത്താണ്. ഫീ ഖിസാരി ഉമൂരിക്, തൻ്റെ വയസ്സ് എത്ര കുറഞ്ഞതാണ് എന്നുള്ളതും. വഇൻ ഇഷ്ത മിഅത സനത്തിൻ, വഇൻ ഇഷ്ത, ഇനി 100 വയസ്സ് ജീവിച്ചാലും فذلك بالإضافة إلى مقامك في الدار الآخرة وهي أبد الآباد قليل. ആഖിറത്ത് വെച്ചിട്ട് അത് ആഖിറം കാലാകാലം ജീവിക്കുന്നതല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് 100 വയസ്സ് കാണാൻ അത് കുറവാണ്. അപ്പോൾ ആ 100 വയസ്സാണെങ്കിലും കൂടിയിട്ട് ക്ഷമിച്ചിട്ട് അതിൽ ജീവിക്കുക. കാരണം ആഖിറത്തിൽ കിട്ടാനുള്ളത് 100ഉം 200ഉം 300ഉം 1000ഉം 5000 ഒന്നല്ല. അത് വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ എന്നല്ലേ. വതഅമ്മൽ, എന്നിട്ട് നിങ്ങൾ നന്നായി സൂക്ഷിച്ചാലോചിക്കുക. أنك كيف تتحمل المشقة والذل في طلب الدنيا شهرا أو سنة رجاء أن تستريح بها 20 سنة مثلا. മെനക്കെട്ട് 1 കൊല്ലം 1 മാസം ജോലി എടുത്ത് അല്ലെങ്കിൽ പണിയെടുത്തിട്ട് എന്തിന് 20 കൊല്ലം റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്തിനാന്ന് തന്നെ തിരിയില്ല. കുറേ 20 കൊല്ലം ഇയാൾ മെനക്കെട്ട് ഗൾഫിൽ വന്ന് ജീവിച്ചിട്ട് ലാസ്റ്റ് കാലം എന്തിനാന്ന് തന്നെ അന്തുമൊന്നുമില്ലാത്ത അവസ്ഥ. വേണ്ട എത്ര റിസ്ക്കാക്കി നാട്ടിൽ പോകാൻ നോക്കാം. മനസ്സിലായില്ല? ഉള്ളത് വെച്ച് ജീവിക്കാൻ പറ്റുന്ന റിസ്ക്കിലേക്ക് മാറാൻ നോക്കാം. അതും ഇല്ല ഇതും ഇല്ലാണ്ട് ജീവിക്കണ ആളാവരുത്. എന്തിന്? ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭാര്യമാരെ കൊണ്ടുവരാൻ പറ്റണില്ല, കൊടുന്ന് ഇവിടുന്ന് ജോലിയും ഇതും ജീവിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതിനൊപ്പം കുറച്ച് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പണിത് വെക്കണം, എന്തെങ്കിലും വെക്കണം, അൽഹംദുലില്ലാ, ഖൈറായി, അതിൽ പ്രശ്നമില്ല. അതേസമയത്ത് ചില ആൾക്കാർ ഭാര്യമാരും മക്കളൊക്കെ നാട്ടിലിട്ട് ഇയാൾ ഇവിടെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അങ്ങനെ പോയി ജോലിയെടുത്ത് പോകണം. എന്തിന്? ഇയാൾ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് എത്ര 20-30 വർഷം കഴിഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് മക്കളൊപ്പം ജീവിക്കാൻ. എവിടുത്തെ അത്ര ജീവിക്കുന്ന ഇയാൾക്ക് എന്താ ഉറപ്പ്? വേണ്ടാതെ പണിക്ക് നിൽക്കണം. എന്തിനാ? ഇയാൾക്ക് അത്ര ഉണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുക, നാട്ടിലൊരു കട ഇയാൾക്ക് അറിയണം, എന്തേലും നാട്ടിലൊരു സംരംഭം തുടങ്ങിയിട്ട് അയാൾ എൻറ്റയർലി അയാൾക്ക് ശുഗലാവുക, നാട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതല്ലേ ഹൈറ്? അല്ലെങ്കിൽ നല്ല ഇവിടെ ഭാര്യനെ കൊണ്ടുവരാൻ പറ്റാത്ത ജോലി വേറെ ജോലിക്ക് മാറാൻ നോക്കാം, ഭാര്യനെ കൊണ്ടുവരാൻ പറ്റണ ജോലിക്ക് മാറാൻ നോക്കാം. മനസ്സിലായ? فكيف لا تتحمل ذلك أياما قلائل رجاء الاستراحة أبد الآباد. 1 മാസം 1 കൊല്ലം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 20 കൊല്ലം സുഖമായിട്ട് ജീവിക്കാണ്ട്. ഇപ്പോൾ വീട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, ശരിക്കും പറയും വീടിൻ്റെ ഉദാഹരണം ആൾക്കാർക്ക് മനസ്സിലാവും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ആരെ കയ്യും കാലും പിടിക്കാണ്ട് ആ വീട്ടിൽ താമസിക്കാലോ, ഒരു പൈസ കൊടുക്കാണ്ട്. അതുപോലെ ദുനിയാവിൽ കുറച്ച് ഈ ദിവസം قال كم لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ച്. ഫസ്അലിൽ ആദ്ദീൻ, എണ്ണിയവരോട് ചോദിക്കുക. അപ്പോൾ അല്ലാഹു പറയും ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല, കുറച്ച് തന്നെ ജീവിച്ചിട്ടുള്ളൂ. അത് ദിവസങ്ങളാണ്. അപ്പോൾ അതെന്തിന്? നാളെ ആഖിറത്തിൽ വിശ്രമിക്കാൻ,
ഒരു പ്രയാസമില്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതും ഇത്രയും കുറവ്, ദുനിയാവൊന്നും വിടേണ്ട ആവശ്യമില്ല ഇതിൽ. ഞാൻ ഇപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട, ഇതിൽ ഒരു 70% എന്നറിയാം, 80 എന്നറിയില്ല, 70% ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്, വേറെ ഷോലില്ലാത്ത സമയം. ഇതിൽ പറയണ ഷോലുകളൊക്കെ ഉള്ളതൊന്ന് ആലോചിച്ചൊക്കെ അല്ലേ. ഇത് തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞതിൽ 70% ഷോലും നിങ്ങൾ ആ സമയത്ത് വേറെ ഷോലില്ലാണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാ, പണിയുണ്ടാ? സുബഹിക്ക് ശേഷം വേറെ പ്രത്യേകിച്ച് പണിയുണ്ടാ? പിന്നെ എന്തായാലും നിസ്കാരത്തിന് പോവും, ഫർളാണ്, പോയിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്നര കൂട്ടുകാരൊപ്പം സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിപ്പിരിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയുണ്ട് ആ സമയത്ത്. 70 ഞാൻ കൂട്ടി പറയുന്നില്ല, ഏവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു 70-75% ഇതിൽ വന്നിട്ടുള്ള പണികളൊക്കെ ഒന്നുമില്ലാത്ത സമയം, ഒന്നും പണിയെടുക്കാനുള്ള ഇല്ലാത്ത സമയത്താണ് പണിയെടുക്കാനുള്ളത് വന്നിട്ടുള്ളത്. അത്രയും എളുപ്പത്തിൽ അതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. വലാ തുതവ്വിൽ അമലക് ഫയസ്ഖുല അലൈക അമലുക്. ജീവിതം ഇനി നാളുണ്ടാവും പ്രതീക്ഷ കുറേ കൊടുക്കരുത്. അപ്പോൾ എന്തായി, പണിയെടുക്കാൻ പ്രയാസമാവും. പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പ്രയാസം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ജോലി എടുക്കണ ഒരാൾ, സാധാരണ ജോലി എടുക്കുന്ന ആൾക്കാർ ഇതുണ്ടാവണം, നാളെ സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുക്കും. ഒരു കൊല്ലം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് പണിയെടുക്കാമെന്ന് അറിയും, പിന്നെ 2-3 ദിവസം ഒന്നും പണിയെടുക്കില്ല. എന്നാൽ ലാസ്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്യണ തലേ ദിവസം പോയിട്ട് പണിയെടുത്തിട്ട് കൊടുക്കും. അത് എന്ത് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. പ്രതീക്ഷ കൊടുക്കരുത്. വഖദ്ദിർ ഖുർബൽ മൗതി. മരണം അടുത്ത് എന്നുള്ളത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. വഖുൽ ഫീ നഫ്സിക. സ്വയത്തിൽ പറയുക, ഇന്നി അതഹമ്മലുൽ മശഖ്ഖതൽ യൗം. ഇന്ന് ഞാൻ പ്രയാസമൊക്കെ താങ്ങും. ഫലഅല്ലി അമൂതുൽ ലൈല. ഈ രാത്രി ചിലം മരിച്ചാലോ. വസ്ബിർ വഅസ്ബിറു അല്ലൈലത ഫലഅല്ലി അമൂതു ഗദാ. ഈ രാത്രി നമ്മൾ എന്താണ് പ്രയാസപ്പെട്ടിട്ട് എന്താണ് അമൽ ചെയ്യുക, ഇനി നാളെ മരിച്ചാലോ. ഫഇന്നൽ മൗത ലാ യഹ്ജുമു ഫീ വഖ്തിൻ മഖ്സൂസ്. അത് നിങ്ങളെപ്പോഴും ഓർത്താൽ മതി. എല്ലാവരും കാണാം, ദുനിയാവ് കാണാം. ഇന്ന സമയം, ഇന്ന വയസ്സ്, വസിന്നിൻ മഖ്സൂസ് വഹാലി മഖ്സൂസ്. ഇന്ന വയസ്സ് ഇന്ന അവസ്ഥയിൽ എന്ന് ആർക്കും അറിയില്ല. മരിക്കണവരെ നോക്കിയാൽ മതി നിങ്ങൾ. നാളെ അവരെ പകരം നമ്മളാണ്, ഉറപ്പാണ്. നമ്മൾക്ക് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ഉറപ്പാണ്. അപ്പോൾ തുടക്കമുണ്ടെങ്കിൽ ഒടുക്കുണ്ട്. വന്ന ഇലാ റബ്ബിക റുജ്ആ. അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ ഏത് വയസ്സ്, ഏതവസ്ഥ, ഏത് ദിവസം എന്നുള്ളതൊന്നും അറിയില്ല. ഇന്ന് ഇല്ലെങ്കിൽ നാളെ, അത്രയേ ഉള്ളൂ. അതത്രയേ ഉള്ളൂ. അപ്പോൾ ഒരാളെ മുന്നിൽ ഒരു ദിവസമുള്ളൂ, ശരിക്കും ഒരു ദിവസമുള്ളൂ. ഇന്ന് ചെയ്യുക, നാളെ പോവും. ഇന്ന് ചെയ്യുക, രാത്രി പോവും. രാത്രി ചെയ്യുക, നാളെ പോവും. നാളെ ചെയ്യുക, അങ്ങനെ ജീവിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്, വലാ ബുദ്ദ മിൻ ഹുജൂമി. എന്തായാലും അത് അറ്റാക്ക് ചെയ്യും, പെട്ടെന്ന് വരും മരണം. ഫലിസ്തിഅദാദു ലഹു ഔലാ മിനൽ ഇസ്തിഅദാദി ലിദ്ദുനിയാ. ദുനിയാവിന് വേണ്ടിയിട്ട് ഇസ്തിഅദാദ് ചെയ്യണതിനെക്കാട്ടും കൂടുതൽ തയ്യാറെടുപ്പ് വേണം മരണത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും അമലുള്ളത് കൊണ്ട് പേടി വരാണ്ടാണ്. ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ബാധിച്ചിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ക്യാൻസർ ബാധിച്ചു എന്ന് പറഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലാണെന്നോ അല്ലെങ്കിൽ ആ 4th സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇത് പറയുമ്പോൾ ഇനി 3 മാസം അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ എന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും അവരെ നോക്കി വെക്കുക. അവരെന്തുണ്ടാവും, അവർ ഫുള്ളായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. തകർന്നു പോകൽ മാത്രമല്ല, അവർ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ദുനിയാവിൻ്റെ മഹബത്തുള്ള ആൾക്കാരാണെങ്കിൽ ദുനിയാവിന് എന്തൊക്കെ ചെയ്ത് തീർക്കാണ്ടതൊക്കെ ചെയ്യാനുള്ള
കാരണം പ്രതീക്ഷ ഇല്ലാണ്ടായി. ഇത് അങ്ങനത്തെ അസുഖം വരണ പ്രതീക്ഷ എന്താണ് പറയുക, ഇങ്ങനെ ജീവിക്കാൻ. ചിലപ്പോൾ അയാൾ നിസ്കാരമൊക്കെ അള്ളാഹു വിട്ടാൻ നോക്കും, ഈമാനുള്ള ആളാണെങ്കിൽ. അത് ആ ഒരു അസുഖം വന്നിട്ട് നിങ്ങൾ ഇതാക്കണോ? വന്ന ആൾക്ക് കൂടുതലുള്ളത് അള്ളാഹ് കൊടുത്തൊരു കാരുണ്യാണ് അയാൾക്ക് സമയം. ബാക്കിയുള്ളവർ എപ്പോഴും വിളിച്ചാൽ പോകും. അതെത്ര വയസ്സൊന്നുമില്ല. وأنت تعلم أنك لا تبقى فيها إلا مدة يسيرة ولعله لم يبق من أجلك إلا نفس أو ساعة أو يوم واحد. ഈ ദുനിയാവിൽ ഇനി എത്ര സമയം ജീവിക്കും എന്നറിയില്ല. ഇനി ഒരു പക്ഷേ ഒരു ശ്വാസമായിരിക്കും ബാക്കി ഉണ്ടാവുക, അല്ല ഒരു സാഅത്ത് കുറച്ച് സമയമായിരിക്കും ബാക്കി ഉണ്ടാവുക, അല്ല ഒരു ദിവസമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഫഖദ്ദിർ ഹാദാ ഫീ ഖൽബിക കുല്ല യൗം. ഈ പറയപ്പെട്ട സ്വയത്തിനോട് പറയാൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതെല്ലാ ദിവസം മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് തഫക്കുർ ചെയ്യുക. വകല്ലിഫ് നഫ്സക الصبر على طاعة الله تعالى يوما فيوما. ഓരോ ദിവസം മെനക്കെട്ട് നഫ്സിനെ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ താഅത്തിൽ ഇതിൽ പറഞ്ഞ ഒരു തർത്തീബിൽ പോകാൻ നോക്കാം. فإنك لو قدرت البقاء 50 سنة 50 വർഷം ജീവിക്കുന്നു വെച്ചാൽ, وألزمتها الصبر على طاعة الله تعالى, അള്ളാഹുവിന് ആ 50 വർഷത്തിലും മെനക്കെട്ടിട്ട് അള്ളാഹുവിനെ താഅത്ത് ചെയ്യാൻ നഫ്സിനെ ശീലിപ്പിച്ചാലും, നഫറത്ത് വസ്തസ്അബത് ദാലിക്, 50 വർഷമായാലും പതിവാവില്ല അതിന്. കാരണം നഫ്സ് ഇതിൽ നിന്ന് ഒഴിവാവാനും വെറുതെ ഇരിക്കാനും ആയിരിക്കും നഫ്സിന് എന്തുണ്ടാവുക, ആഗ്രഹം ഉണ്ടാവുക. മനസ്സിലായ? ഫഇൻ ഫഅൽത ദാലിക്, മെനക്കെടുത്തി മനസ്സിനെ മെനക്കെടുത്തിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഇതിലുള്ളത് പതിവാക്കിയാൽ, ഫരിഹ്ത ഇൻദൽ മൗത്ത്, മരണത്തിൻ്റെ സമയം സന്തോഷിക്കും. ഫറഹല്ല ആഖിറ ലഹു, അവസാനമില്ലാത്തൊരു സന്തോഷം. വഇൻ സവഫ്ത വതസാഹൽത, നാളെ എന്നറിഞ്ഞ് അല്ലെങ്കിൽ അതിൽ വലിയ വില വെക്കാതെ ചെറുതാക്കി കണ്ട്, ജാഅകൽ മൗതു ഫീ വഖ്തിൻ ലാ തഹ്തസിബുഹു, താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം വരും. വതഹസ്സർത തഹസ്സുറൻ ലാ ആഖിറ ലഹു, അവസാനമില്ലാത്ത ഖേദമുണ്ടാവും. അല്ലേ ദുആ വന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റാഹത ഇൻദൽ മൗത്ത് എന്ന് ദുആ വന്ന്, മരണത്തിൻ്റെ സമയത്ത് റാഹത്ത് ഉണ്ടാവണേന്ന്. റാഹത്ത് എങ്ങനെ ഉണ്ടാവുക? ഇതൊക്കെ ആവുമ്പോൾ ആ സമയത്തുള്ള റാഹത്ത് വരെ. എന്നിട്ട് പറഞ്ഞു, വഇൻദ സ്വബാഹ് യഹ്മദുൽ ഖൗമുസ് സുറാ, അതൊരു പഴഞ്ചൊല്ല. രാത്രി ഭൂമി അള്ളാഹു ചുരുക്കും, യാത്രക്ക് പോകാൻ എളുപ്പമാണ്. ശരിക്കും രാത്രി പോലെ രാത്രി കൂടുതൽ സമയം പോവാം. കാരണം രാവിലെ പോണേനെ ഭൂമി ചുരുക്കും, ശരിക്കും ചുരുക്കും. അർത്ഥത്തിൽ ചുരുങ്ങുന്നല്ല, ഭൂമി ശരിക്കും. അതായത് നിങ്ങളിപ്പോൾ ശരിക്കും 1 മണിക്കൂറിൻ്റെ യാത്ര രാത്രിയിൽ 3/4 മണിക്കൂർ കൊണ്ട് തീരും ഫിസിക്കലായിട്ട്. അത് നമ്മൾ ആളെന്ന് നോക്കുമ്പോൾ ചുരുങ്ങണം എന്നില്ല, അത് റബ്ബ് അതിലൊരു ഹിക്മത്ത് വെച്ചാൽ ശരിക്കും ചുരുങ്ങും. രാത്രിക്കാലത്തെ യാത്ര എപ്പോഴും എന്താണ് കൂടുതൽ എന്താണ് ഡിസ്റ്റൻസ് പോകാൻ പറ്റുന്ന യാത്രകൾ രാത്രിയാണ്, രാവിലത്തേനെ കാട്ടി. യാത്ര പോയ ആളാണെങ്കിൽ തിരിയും. ആൾക്കാർ ചോദിച്ചാൽ രാത്രി ഡ്രൈവ് ഭയങ്കര സുഖമായ ഡ്രൈവാണെന്ന് അറിയാം. പെട്ടെന്ന് തീരും, പെട്ടെന്ന് സ്ഥലങ്ങൾ മാറിപ്പോവും. അപ്പോൾ രാത്രി നടന്ന ആൾക്ക് രാവിലെ വെളിച്ചം വരുമ്പോൾ യഹ്മദുൽ ഖൗമുസ് സുറ എന്ന് പറഞ്ഞാൽ രാത്രി നടക്കുന്ന ആൾക്കാർ. അപ്പോൾ വഇൻദ സ്വബാഹ്, രാവിലായി കഴിഞ്ഞാൽ യഹ്മദുൽ ഖൗമുസ് സുറ, രാത്രി നടന്നതൊക്കെ അവർക്ക് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നല്ലോ എന്നുള്ളത് അവർക്ക് എന്താവും, അതൊരു അപ്പോൾ ജയിച്ചല്ലോ, ഇത്രയും ഡിസ്റ്റൻസ് പോയല്ലോ. വഇൻദൽ മൗത്ത് യഅതീകൽ ഖബറുൽ യഖീനു, മരണത്തിൻ്റെ സമയം ഉറപ്പായ ഖബർ വരും. കാരണം ആ സമയത്ത് പിന്നെ ഇനി എന്ത് എന്നുള്ള ശക്കൊന്നുമില്ല. മരണത്തിൻ്റെ സമയം എല്ലാതും വ്യക്തമാവും, ക്രിസ്റ്റൽ ക്ലിയറാവും.
എന്തൊക്കെയാണ് എന്ത് ചെയ്ത് സ്വർഗത്തിൽക്കാൻ നരകത്തിൽ അപ്പം ക്ലിയറാവും. ഫിനിഷ്. ക്ലിയർ. وَلَتَعْلَمُنَّ نَبَأَهُ بَعْدَ حِينٍ. അതായത് ഇതൊക്കെ വലതഅലമുന്ന നബഅഹു ബഅദ ഹീൻ, ഇതിൻ്റെ വർത്തമാനമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിയും. അതായത് മരണമെത്തുമ്പോൾ തിരിയുമെന്ന്. അപ്പോൾ ക്ഷമിച്ചിട്ട് ഇതിലുള്ള പോലെ ഇത് മിനിമം ഞാൻ പറഞ്ഞു തന്നു. വഇദ് ഖദ് അർഷദ്നാക ഇലാ തർത്തീബിൽ ഔറാദ്, ഞാനിതെന്താ ഔറാദൊക്കെ തർത്തീബ് പറഞ്ഞു തന്നല്ലോ. ഫൽനദ്കുർ കൈഫിയ്യത അസ്സലാ, എന്നാൽ നമുക്ക് നിസ്കാരത്തിൻ്റെ കൈഫിയത്തും അദബുകളും ഫർളുകളൊക്കെ നമുക്ക് പറയാം. വസ്സിയാം, നോമ്പിൻ്റെ അദബുകളും ഫർളുകളും. ആദാബഹുമ ആദാബൽ ഇമാമായിട്ട് നിൽക്കണതിൻ്റെ അദബുകളും. വൽ ഖുദ്വ, മഅമൂമായിട്ട് നിൽക്കണതിൻ്റെ അദബുകളും. വൽ ജുമുഅ, ഇതൊക്കെ നമുക്ക് പറയാം. കാരണം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹു തആല. ഇത് കുറേയൊന്നും ദീർഘിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിലുള്ളത് ഇപ്പോൾ അമൽ ചെയ്യാൻ ഇപ്പം പ്രയാസം എവിടെയാണ് ശരിക്കും ഉള്ളത്? ഏകദേശം ഔറാദുകൾ പറഞ്ഞു തന്നു. ഇതിലെന്താ പ്രയാസമുള്ളത്? ഈ പ്രയാസം ഉണ്ടാവുക ഏതാണ് ഇപ്പോൾ? ശരിക്കും പ്രയാസം ആലോചിച്ച് നമ്മൾ കാൽക്കുലേഷൻ വെക്കുമ്പോൾ അത്രയേ ഉള്ളൂ തോന്നും. പക്ഷേ അമൽ ചെയ്യാൻ എപ്പോഴും ഞാൻ ഇതിൽ പറഞ്ഞല്ലോ, 50 വർഷം അയാൾ പതിവാക്കിയാലും അയാൾക്കത് എന്താ ഉണ്ടാവില്ല, പ്രയാസമായിട്ട് തന്നെയാണ് തോന്നാം. അപ്പം ഇനി അതിൽ പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യത ഉള്ളത് എന്തായിരിക്കും? ചിലപ്പോൾ എന്താണ് ആ 10 ദിക്ർ 10 വട്ടം ചൊല്ലൽ, അല്ലെങ്കിൽ മുസബ്ബാത്ത് ചൊല്ലലൊക്കെ ആയിരിക്കും പ്രയാസമായിട്ടുണ്ടാവുക. കുറച്ച് സമയം 15 മിനിറ്റ് പിടിക്കുന്നതുകൊണ്ട്. അല്ലാണ്ട് പിന്നെ വേറെ എന്താ ഇപ്പോൾ ഉള്ളത് എന്ന് എനിക്ക് തിരിയണില്ല. അതാണ് ഇതിൽ പറയുന്നത്. അതാണ് പറ്റണ പോലെ പറ്റണില്ല എന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്യുക? ഇതിൽ പറഞ്ഞ പോലെ 2 റക്അത്ത് കഴിഞ്ഞിട്ട് 4 റക്അത്ത്, അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചതൊക്കെ നിസ്കരിക്കുക, ഇത്ര നിസ്കരിച്ച് കിടന്നുറങ്ങും. അതൊക്കെ പറ്റണം. അതൊക്കെ സബബ് കണ്ടെത്താം, നിർബന്ധമല്ല. നേരത്തെ ഭക്ഷണം കഴിച്ചില്ല, അത് ഓരോരുത്തർ പറ്റണ പോലെ ചെയ്യാം. ഇനി കുറേ കാലം അയാൾക്ക് പറ്റില്ല, പറ്റണ പോലെ ഇങ്ങനെ ജീവിക്കുക. ഇനി അയാൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ ഒന്നൊന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക, പ്രയാസമൊന്നുമില്ല. വേറൊരു വിഷയമുണ്ട്. ഒരാൾ സിദ്ഖോണ്ട് ഹക്ക് പറഞ്ഞാണ്, ഒരാൾ സിദ്ഖോണ്ട് ഒരു ഇബാദത്ത് എപ്പോഴും പതിവായിട്ട് സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹ് തരും. അത് സുന്നത്തിൻ്റെ ഒരു പ്രത്യേകത. സുന്നത്ത് മുറുകെ പിടിക്കുന്നത് വിരുദ്ധും അദ്കാറുകളും പൊതു അദ്കാറുകൾ മാത്രമല്ല, സുന്നത്തുകൾ പ്രത്യേകമായി സുന്നത്താന്ന് അറിഞ്ഞിട്ട് പിടിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ എടുക്കാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുക്കും. അതൊരു ശരിക്കുള്ള പ്രത്യേകത. പിന്നെ പ്രയാസവും ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ അനുഭവമുള്ളതാണ്, ചില ഔറാദ് എത്ര സ്പീഡിൽ ചൊല്ലിയാലും 1 മണിക്കൂർ എടുക്കുന്ന ഔറാദുകളുണ്ട്. പതിവാവുമ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് തീരും. പിന്നെ പ്രയാസം, എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഒരു ഇത്. പിന്നെ കുറച്ച് കാലം നമ്മൾ എന്ത് ചെയ്ത് ആ പതിവ് വിട്ടിട്ട് പിന്നെ എന്ത് ചെയ്ത് അത് എന്താണ് പറയുക, കുറച്ച് കാലം അത് ചുരുക്കിയിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ ഓതി. പിന്നെ കുറച്ചൊരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ച് പഴയതിലേക്ക് പോയിട്ട് ഓതി നോക്കുമ്പോൾ 1 മണിക്കൂർ തന്നെ വേണ്ട വരും, 1/2 മണിക്കൂർ തീരില്ല. അത് പിന്നെ ചിലപ്പോൾ എന്താണ് പതിവായി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലാഹ് എന്ത് ചെയ്തൊരു സമയമാണ് ചുരുക്കി തരും. നമുക്കൊക്കെ വിരുദുൽ ലത്തീഫ് പഴയ തുടക്കത്തിലൊക്കെ എത്ര 11, 12, 13 മിനിറ്റ് വേണം. 5 മിനിറ്റിൻ്റെ താഴെ വരുള്ളൂ, 5 മിനിറ്റ് 6 മിനിറ്റ്. പ്രയാസം ഉണ്ടാവില്ല. അത് എല്ലാ ഔറാദും അദ്കാറും അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയാണ്ട് ചുരുക്കണ്ട. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക